السلام ورحمة الله. بسم الله وعليكم السلام ورحمة الله وبركاته. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ കർണാടകയുടെ മണ്ണിലും കേരളത്തിന്റെ മണ്ണിലും മാദിഹ എന്ന ഒരു വലിയ പ്രസ്ഥാനം മാഷാ അല്ലാഹ് പറ്റുന്ന രീതിയിൽ ദഅവത്തിന്റെ മേഖലയിൽ പ്രബോധനത്തിന്റെ മേഖലയിൽ മതപരമായ അറിവുകളെ അത് മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ മാദിഹക്ക് സാധിച്ചിട്ടുണ്ട്. വബില്ലാഹി തൗഫീഖ്. അൽഹംദുലില്ലാഹ്. മാദിഹ എന്ന ശരീഅത്ത് പഠനം ഉൾപ്പെടെ മുറത്തില എന്ന ഖുർആൻ തജ്വീദ് നിയമത്തിൽ ഉൾപ്പെടെ മാദിഹ ഓൺലൈൻ മദ്രസ എന്നതുപോലെ ദീനിയായ അറിവുകളെ അത് മക്കളിലേക്കും ഉമ്മമാരിലേക്കും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് കാരണം മാദിഹക്ക് സാധിച്ചിട്ടുണ്ട്. ഖുർആൻ എന്തെല്ലാമോ പഴയ കാലത്ത് പഠിച്ചെടുത്ത അറിവ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടത് എന്നറിയാത്ത ഒരുപാട് ഉമ്മമാര് മുറത്തില എന്ന കോഴ്സ് കഴിയലോടുകൂടെ അവർ തെറ്റില്ലാത്ത സിഫത്തും മഖ്റജ് അനുസരിച്ച് ഖുർആൻ ഓതാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എന്താണ് നിസ്കാരം, എന്താണ് വുളൂ, എന്താണ് തയമ്മുമ്, എന്താണ് ഖുർആൻ, എന്താണ് ഹദീസ് എന്ന്, കാരണം കുട്ടിക്കാലത്ത് മദ്രസയിൽ പോയി അന്ന് അനുഭവമില്ല. എന്താണ് മെൻസസ്, എന്താ നിഫാസ്, എന്താ ഇസ്തിഹാദത്ത്, എങ്ങനെയാ ഫർദ് കുളി കുളിക്കേണ്ടത്, ഇതൊന്നും അറിയാത്ത ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് കൃത്യമായ മതപരമായ അറിവ് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. എന്നാലോ ഡൽഹിയിലേക്കും ഗുജറാത്തിലേക്കും പശ്ചിമ ബംഗാളിലേക്കും അതേപോലെ മറ്റു രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി പോയി അവിടെ എത്തി ഭാര്യ ഭർത്താവും ജോലിക്ക് പോകുന്നു. കുട്ടികൾക്ക് അവിടെ മദ്രസയില്ല. GCC രാജ്യമല്ലാതെ വേറെ എവിടെയും മദ്രസയില്ലല്ലോ. ഓസ്ട്രേലിയയിലുള്ളവരുണ്ട്, ജപ്പാനിലുള്ളവരുണ്ട്. നമ്മുടെ മാദിഹയുടെ പേരൻസ് തന്നെ, അല്ലെങ്കിൽ മാദിഹ ഡിഗ്രി പൂർത്തിയാക്കിയവരുടെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ബന്ധങ്ങൾ ഇന്ന് ഗൾഫിലാണ്. പക്ഷെ അവർക്ക് മദ്രസ ഇല്ല. മദ്രസ ഉണ്ടെങ്കിൽ തന്നെ ഭർത്താവിന്റെ ജോലികൾക്കിടയിൽ ആ കുട്ടിയെ മദ്രസയിലേക്ക് എത്തിക്കാനോ കൂട്ടി കൊണ്ടുവരാനോ സാധിക്കാത്ത അവസ്ഥ. ഇങ്ങനെ ഒരു സാഹചര്യം മുന്നോട്ട് വന്നപ്പോ എങ്ങനെയുണ്ട് ഒരു പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് മതപരമായ അറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ ഓൺലൈനിലൂടെ ഒരു മാധ്യമത്തെ ഒരുപാട് രക്ഷിതാക്കൾ തേടിക്കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് അവിടെ മാദിഹ ഇടപെടുകയാണ്. ചെറിയ മാദിഹ പഠനം പൂർത്തിയാക്കി ഈ ഒരു ഫീൽഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കഴിവുള്ള കുറച്ച് ടീച്ചർമാരെ ഉപയോഗപ്പെടുത്തി ആ ഒരു പ്രയാസം നീക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. അൽഹംദുലില്ലാഹ്. പക്ഷേ അവിടെയും EK വിഭാഗത്തിന്റെ ലിസാന് പോലെയുള്ള കിതാബുകൾ, AP വിഭാഗത്തിന്റെ തസ്കിയ പോലെയുള്ള കിതാബുകൾ, അതേപോലെ താരീഖ് പോലെയുള്ള കിതാബുകൾ, പ്രത്യേകിച്ചും ഫിഖ്ഹിന്റെ കുറെ മസ്അലകൾ, അങ്ങനെ ചെയ്ത ഉളുമുറയോ ഇങ്ങനെ നിസ്കാരം സ്വഹിയാവോ, കിതാബിൽ ഇല്ലാത്ത പുറത്തുനിന്ന് വരുന്ന കുറെ ചോദ്യങ്ങൾ, അവിടെയെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു ടീച്ചർമാരുടെ കുറവ് മാദിഹക്ക് അനുഭവപ്പെടുകയുണ്ടായി.
അതിന്റെ ഭാഗമായി അൽഹംദുലില്ലാ മാദിഹയുടെ നേതൃത്വം സയ്യിദന്മാരും വലിയ മാഷുമാരും ഉസ്താദുമാരൊക്കെ ഇരുന്നുകൊണ്ട് അവസാനം തീരുമാനിച്ച ഒന്നാണ് തർബിയ എന്നൊരു പേരില് നമുക്ക് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചാലോ എന്ന്. അൽഹംദുലില്ലാ ഒന്നാമത്തെ ബാച്ച് തുടങ്ങി, 2 മാസം പൂർത്തിയായി, 3-ാമത്തെ മാസം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അൽഹംദുലില്ലാ. ഏതായാലും അത്യാവശ്യ പാഠഭാഗങ്ങളൊക്കെ തീർന്നു. അവർക്ക് ഇപ്പോൾ തന്നെ മക്കളെ കിട്ടിയാൽ ഞങ്ങൾ ഉസ്താദെ ഭംഗിയായി പഠിപ്പിച്ചു കൊടുക്കാമെന്ന വലിയ കോൺഫിഡൻറ്റിലാണ് അവരിന്നുള്ളത്. പക്ഷേ അതിന്റെ ഭാഗമായി സെക്കൻഡ് എഡിഷൻ എന്ന രീതിയിൽ സെക്കൻഡ് തർബിയ ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ 20ഓളം അഡ്മിഷനുകൾ വന്നു കഴിഞ്ഞു. ഇനിയും അതിലേക്ക് അഡ്മിഷൻ സ്വീകരിക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ ഒന്ന് അറിയിക്കാനാണ് ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിശാലമായ സാധ്യതകൾ ആബിദ് ഉസ്താദ് നിങ്ങളോട് സംസാരിക്കും. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ തർബിയ എന്നൊരു കോഴ്സ് നിങ്ങൾ ഏറ്റെടുത്ത് ജോയിൻ ചെയ്ത് അതിലൂടെ ഒരു ക്ലാസ് കേട്ട് പോകലല്ല, അതിലൂടെ നിങ്ങൾ കൃത്യമായി പഠിക്കുകയും ഫോളോ അപ്പ് നടത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് 3 രൂപത്തിൽ ആ കാര്യം ഉപകരിക്കും. ഒന്ന്, ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തന്നെ മാദിഹയുടെ കീഴിൽ ഒരുപാട് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് അഡ്മിഷനുകൾ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നക്നിക്ക് ഭാഷയിൽ, ഉറുദു ഭാഷയിൽ, കന്നഡ ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ ഒക്കെ ആവശ്യപ്പെടുന്ന ഒരുപാട് അഡ്മിഷനുകൾ ഇപ്പോൾ പെൻഡിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് കൊടുക്കാൻ ടീച്ചർമാരില്ല. അപ്പോ നല്ല കഴിവുള്ള, നല്ല സ്കില്ലുള്ള നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ കുട്ടികൾക്ക് മതപരമായ അറിവ് ഭംഗിയായി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാദിഹ നല്ലൊരു അവസരം തരും. ഒരിക്കലും കൈവഴില്ല, നല്ലൊരു അവസരം നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. ഒരവസരം അത്. രണ്ടാമത്തേത്, ഓരോ കിതാബും എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഓരോ കിതാബിലും കുട്ടിക്ക് കിട്ടിയിരിക്കേണ്ടത് എന്താണ് ഈ പാഠത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഇത് പലർക്കും എന്നറിയില്ല. ഓരോ കിതാബിന്റെ ഉള്ളിൽ എന്താ പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നല്ല. ഞാന് കഴിഞ്ഞ ദുൽഹിജ്ജ പെരുന്നാളിന് മുമ്പ് എൻ്റെ മദ്രസയിൽ പേരൻസ് മീറ്റിംഗ് വിളിച്ചു. അതില് ഞാൻ 1ാം ക്ലാസ്സിലെ ഉമ്മയോട് ഞാൻ പറഞ്ഞു, ഈ പാഠത്തിലെ ഈ ചുവപ്പ് നിറത്തിലുള്ള ഈ ഒരു അക്ഷരമാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, തമ്പ്രെന്നുണ്ട്, അതിൽ തായാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോ അങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. ഒരു ഉമ്മണ്ട് തലക്കിനെ കൈവെക്കുന്നത്, എൻ്റെ പൊന്നാര ഉസ്താദേ അതെനിക്ക് അറിയൂലല്ലോ. ഞാൻ വിചാരിച്ചെന്തല്ലോ, തമ്പ്ര് മൊത്തത്തിൽ മാ പഠിപ്പിക്കണം, റാ പഠിപ്പിക്കണം, ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പെട്ടിക്കോളത്തിലുള്ള എല്ലാം പഠിപ്പിക്കണം മനസ്സിലാക്കി. ഞാൻ എൻ്റെ മോനെ തല്ലി പഠിക്ക്, ചെല്ല് എന്ന് പറഞ്ഞ് ഞാൻ എന്താക്കിയിട്ടുണ്ട്, നന്നായി ഇടങ്ങേറായി. നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന്. ഇതേപോലെ ദുറൂസിൽ എന്താ ഉള്ളത്, ഫിഖ്ഹിൽ എന്താ ഉള്ളത്, ഇതിനെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ഇവിടെ ഏത് കഥ പറയാൻ പറ്റും, ഏത് ഉദാഹരണം പറയാൻ പറ്റും, ഒരു കുട്ടിയെ എങ്ങനെയാണ് അവിടെ ഇരുത്തുക, ഓൺലൈനിൽ ഇരുത്തുക. മദ്രസ കുട്ടി വരുന്നില്ലല്ലോ, മദ്രസക്ക് വന്നാൽ മദ്രസന്റെ ഉള്ളിലെ ക്ലാസ് കയറിയാൽ ഉസ്താദ് വാതിൽ ലോക്ക് ചെയ്താല് ഒരു കുട്ടി പുറത്തു പോകില്ല. പക്ഷെ ഓൺലൈൻ ക്ലാസ് അങ്ങനെയല്ല, കുട്ടിക്ക് എപ്പോഴും ലെഫ്റ്റ് ആവാം. പക്ഷെ ലെഫ്റ്റ് ആവാത്ത പോലെ ആ കുട്ടികളെ അവിടെ ഇരുത്തി നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റണം. അതെങ്ങനെ സാധിക്കും? അങ്ങനെയുള്ള നല്ലൊരു സെഷനാണ് തർബിയ സെക്കൻഡ് എഡിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ തർബിയ മൊത്തത്തിനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാദിഹ നിങ്ങൾ ടീച്ചറാക്കിയാൽ നിങ്ങൾക്ക് മാദിഹ വിശാലമായ പ്രപഞ്ചത്തെ തുറന്നു തരുന്നു. നിങ്ങൾക്ക് ദാവത്തുമായി മുന്നോട്ട് പോകാം. ശമ്പളം എത്ര കുറച്ച് കിട്ടുകയാണെങ്കിലും ശമ്പളത്തിന്റെ വലുപ്പത്തിലല്ല കാര്യം. പിന്നെയോ വലിയൊരു നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നൊരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കി വെക്കാൻ സാധിക്കും നമുക്കിവിടെ. നമ്മൾ മരിച്ചു ഖബറിലെത്തിയാൽ നമുക്ക് വേണ്ടി ആശികൾ എന്നൊരു മക്കളെ നിർമ്മിച്ചു വെക്കാൻ സാധിക്കുന്നു ഇവിടെ. അതേപോലെ നമുക്കൊരു വിഷമം വന്നാൽ നമുക്ക് വേണ്ടി മനസ്സൊഴുകി പ്രാർത്ഥിക്കാൻ പറ്റുന്ന മക്കളെ
നിർമ്മിച്ചു വെക്കാൻ, ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് സാധിക്കുന്നു ഹിദായത്തിലൂടെ. അങ്ങനെ മാദിഹയുടെ ഒരു മെന്ററായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഒരു വഴി. രണ്ട് ഒരു പക്ഷേ മാദിഹ നിങ്ങൾക്ക് അവസരം തന്നില്ല എന്ന് വെച്ചോളി, എന്നാലോ ഇവിടെ പഠിച്ചെടുത്ത ഒരു സ്കില്ലുണ്ടല്ലോ, അതൊരിക്കലും മാദിഹ നിങ്ങൾ കയ്യിൽ തിരിച്ചിങ്ങോട്ട് വാങ്ങുമൊന്നുമില്ല. മീനിങ് അങ്ങനെ വാങ്ങാൻ കഴിയൊന്നുമില്ല. ആ സ്കില്ല് നിങ്ങളുടേതാണ്. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചം വിശാലമാണ്. മാദിഹയുടെ ചുറ്റുമുള്ള ഈ ഒരു സറൗണ്ട് മാത്രമല്ലല്ലോ പ്രപഞ്ചം എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ വഴിയില്, നിങ്ങളുടെ ഫാമിലിയില്, നാട്ടില്, നിങ്ങളുടെ അയൽവാസിയായി, നിങ്ങളുടെ വ്യക്തിബന്ധത്തില്, സ്റ്റാറ്റസിലൂടെ പ്രചരണം നടത്തി കുട്ടികൾക്ക് നിങ്ങൾക്ക് തന്നെ ക്ലാസ് കൊടുക്കാമല്ലോ. അതിലാരും നിങ്ങൾ വേണ്ട എന്ന് പറയില്ല. നിങ്ങളുടെ ലോകം നിങ്ങൾക്ക് തന്നെ തുറക്കാം. വേണമെങ്കിൽ ആബിദ് ഉസ്താദ് നല്ല പോസ്റ്റർ ഉണ്ടാക്കി തരും. അപ്പോൾ നിങ്ങളുടെ നമ്പർ വെച്ച് വേണമെങ്കിൽ ഉസ്താദ് പോസ്റ്റർ ഉണ്ടാക്കി തരും. നിങ്ങളിത് പ്രചരിപ്പിക്കാം, മക്കൾ കണ്ടെത്താം, അവസരം കൊടുക്കാം. അത്തരം കുട്ടികൾക്ക് എന്താക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ, അത്തനിക്കാണോ അതിന്റെ ഭാഷയില്, ഹിന്ദിയാണോ അതിന്റെ ഭാഷയില്, ഉറുദു. ഇഷ്ടം പോലെ അനഫി മക്കളുണ്ട് ഉത്തര കർണാടക ഭാഗത്ത്. ഉളു എന്താണ്, നിസ്കാരം എന്താണ്, ഖുർആൻ എന്താണ് അറിയാത്ത ഒരുപാട് മക്കള്. അത്തരം കുട്ടികളിലേക്ക് ഒരു സന്ദേശം എത്തിയാൽ മാഷാ അല്ലാഹ് ദഅവത്തിന്റെ വിശാലമായ ലോകത്തെ നിങ്ങൾ തുറക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ രണ്ടാമത്തെ ഉപകാരം നിങ്ങളുടേതായ ഒരു ലോകത്തെ തുറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നോക്കി, ആബിദ് ഉസ്താദ് സാധാരണ മനുഷ്യനാണ്, ദർസറിൽ പഠിച്ചു, സഖാഫിയായി. ഇപ്പോൾ നോക്കൂ, മാദിഹ എന്ന പ്രസ്ഥാനത്തെ സ്വന്തം ചിന്തയിലൂടെ ക്രിയേറ്റ് ചെയ്തു. എവിടേക്കെല്ലാമാണോ ഈ മാദിഹകൾ എത്തിച്ചത് അല്ലെ? കർണാടകയിൽ നിന്ന് മാദിഹ എന്ന് പറഞ്ഞാൽ അറിയാത്ത നാടുണ്ടാവില്ല. അത്രക്കും വിശാലമായ പ്രപഞ്ചത്തിൽ തുറക്കാൻ സാധിച്ചു ഒരാളെ കൊണ്ട്. അപ്പോ ഞാനൊക്കെ സമസ്തയുടെ കീഴിലുള്ള മദ്രസയിലുള്ള ആരൊക്കെയോ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഷാബിദ് ഉസ്താദ് സ്വന്തം ചിന്തയിൽ, യുക്തിയിൽ പുതിയ പ്രപഞ്ചത്തെ തുടങ്ങി വെച്ചു. നിങ്ങൾക്കും അങ്ങനെ ദഅവത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങാം. അന്ത്യനാളാകുമ്പോൾ പറ്റുന്ന രീതിയിൽ ദഅവത്തിന്റെ വഴിയിലേക്ക് മുന്നോട്ട് പോകാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ വഴി മാദിഹയുടെ സ്റ്റാഫായി, മെൻറ്ററായി നിൽക്കാം. രണ്ടാമത്തേത്, ഈ ഒരു വഴിയിൽ നിങ്ങളുടേതായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാം. മൂന്നാമത്തേത്, മാദിഹയുടെ മെൻറ്ററോ അല്ല, സ്വന്തമായി ടീച്ചറും ആകുന്നില്ല. എന്നാലോ നിങ്ങളുടെ സ്വന്തം മക്കള് ഒരു മദ്രസയിൽ പോകുന്നവരാണ് അല്ലെ? AP ആവട്ടെ, EK ആവട്ടെ, അവിടെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തത് എന്താണോ, എങ്ങനെയാണോ പഠിപ്പിച്ചു കൊടുത്തത്, കൃത്യമായി ഗ്രൂപ്പിലൂടെയോ ഉസ്താദിന് പറഞ്ഞുതരാൻ കഴിയില്ല. തദ്രീബാത്ത് മാത്രമേ പറഞ്ഞുതരാൻ കഴിയുള്ളൂ. ബട്ട് ഈ പാഠത്തെ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ള ഐഡിയ ഒരു ഉമ്മാന്റെ കയ്യിലെത്തിയാൽ സ്വന്തം മക്കളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വടിയെടുക്കാതെ, ചീത്ത പറയാതെ, കുറ്റപ്പെടുത്താതെ, എന്താ പറയാ, മദർ മെൻറ്ററിങ്ങോടുകൂടെ, കൃത്യം ഞാൻ പറയണം, മദർ മെൻറ്ററിങ്. ഒരു ഉമ്മ എങ്ങനെയാകണം, ഒരു കുട്ടി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, കുറ്റം പറയാതെ, ചീത്ത പറയാതെ, നെഗറ്റീവ് പറയാതെ, കുട്ടിയെ തളർത്തിക്കളയാതെ, കൈപ്പിടിച്ചുയർത്തുന്ന മെത്തേഡിലൂടെ, ഈസി മെത്തേഡിലൂടെ നമുക്ക് കുട്ടിക്ക് എന്താക്കാം, നമുക്ക് മതപരമായ അറിവ് പഠിപ്പിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരുപാട് സാധ്യതകളെ, ഒരുപാട് ഉദാഹരണങ്ങളെ, ഒരുപാട് അനുഭവങ്ങളെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ലഭിക്കുന്നു. നീണ്ട 6 മാസത്തെ കോഴ്സാണ്. 6 മാസത്തെ കോഴ്സാണ്. ഒരിക്കലും 2 സെഷൻ കൊടുത്ത് പിന്നെ പോയി വന്നില്ല. നിങ്ങളുടെ കൂടെ ഞങ്ങൾ 6 മാസം ഉണ്ടാകും. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു വേണമെങ്കിൽ പിന്നീട് ചോദിക്കാം, ഉസ്താദെ നിങ്ങൾ പിന്നെ ആ ദിവസം, ആ ചൊവ്വാഴ്ച രാത്രി പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. തന്നിരിക്കും ഞങ്ങൾ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കയ്യിൽ ഫീസ് വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വലിയ അറിവ് നിങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈ ഒരു പഠനം ഒരിക്കലും നിങ്ങൾക്കത് വെറുതെയാകുന്നില്ല. അതുകൊണ്ട് ജോയിൻ ആയിക്കോളൂ, നിങ്ങൾക്കത് ഉപകരിക്കും, തീർച്ചയായും ഉപകരിക്കും. ഈ തർബിയയില് എവിടേക്ക് മദ്രസ ട്യൂഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരുപാട് പിന്നെ മക്കള് തർബീൽ വന്നതിന് ശേഷം പറയുന്നുണ്ട്, എന്റെ പൊന്നാര ഉസ്താദെ, ഇതുവരെ ഞങ്ങൾ എന്താ പഠിപ്പിച്ചു കൊടുത്തേ, അള്ളാഹു ഇപ്പോഴാണ് ശരിക്കും എന്തൊക്കെയാണ് ആ കിതാബുള്ളത് മനസ്സിലായത്.
ഇൻഷാ അള്ളാ സന്തോഷമുണ്ടെന്ന് അറിയിച്ച ഒരുപാട് ടീച്ചർമാരുണ്ട്. ഏതായാലും വേണ്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപകരിക്കൂ. ഇത് ഇവിടെ ഒരുമിച്ച് കൂടിയ 73 പേരുണ്ട്. ഈ 73 പേരിൽ മാത്രമല്ല, നിങ്ങൾ പ്രചാരകരാകണം ഇതിന്റെ. ഇത് നിങ്ങൾ എന്താക്കണം, അയൽവാസികളോട്, നിങ്ങളുടെ ഫാമിലിയോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, ഒരു പക്ഷേ ശരീഅത്ത് കോളേജിലൊക്കെ ഒന്നിച്ച് പഠിച്ച കുറെ ആളുകളുണ്ടാവും, നിങ്ങൾ ചങ്ങായിമാര്, ഓരോട് ഈ കാര്യം പറഞ്ഞു അവരെയും ഇതിലേക്ക് എത്തിക്കണം. എത്തിച്ച് ഇൻഷാ അള്ളാ നമുക്ക് അടിപൊളിയായ ഒരു ബാച്ചായി മുന്നോട്ട് പോയി വിപ്ലവം കർണാടകയിൽ സൃഷ്ടിക്കണം. ഒരുപാട് മക്കൾക്ക് ഇസ്ലാമിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും മുത്തനബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അള്ളാ എല്ലാവരും ആത്മാർത്ഥമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കണം, ദുആ ചെയ്യണം, മാദിഹയുടെ കൂടെ നിൽക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അള്ളാ മാദിഹയുടെ MD ആയ ഉസ്താദ് നമ്മോട് സംസാരിക്കും. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട മുസ്തഫ ഉസ്താദ് സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ. അൽഹംദുലില്ലാ, ഇന്നത്തെ ലോകം നമുക്കറിയാം, ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. കൊറോണ വന്നതിന് ശേഷം ഇവിടെ ലോക്ക്ഡൗണുകൾ മറ്റു ബന്ധപ്പെട്ടൊക്കെ വന്നപ്പോൾ എല്ലാവരും വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തേക്ക് എത്തി. എല്ലാവരും വീട്ടിന്റെ ഉള്ളിൽ, പുറത്തിറങ്ങാനില്ല, കേസാവുക, പോലീസ് വരിക, ഇങ്ങനെ പലതും വന്നു. ഒരുപാട് ആളുകൾക്ക് ജോലി ഇല്ലാതെയായി, ഓഫീസുകൾ പൂട്ടി, ഇങ്ങനെ പലതും വന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിനുശേഷം ഈ ലോകം ഒരു പുതിയ ഒരു അവസ്ഥയിലേക്കാണ് മാറിയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പുതിയൊരു സാഹചര്യത്തേക്കാണ്. ലോക്ക്ഡൌണിന് മുമ്പുള്ള ലോകമല്ല, ലോക്ക്ഡൌൺ ശേഷമുള്ള ലോകം, രണ്ടും രണ്ടാണ്. ലോക്ക്ഡൌണിന് മുമ്പ് പറയുന്ന ആ ലോകം തന്നെ വേറെയാണ്. അതിന് കൂടുതൽ ഓൺലൈൻ മറ്റു ബന്ധപ്പെട്ടതൊന്നുമില്ല. ഇടക്കും തലക്കും സൂം മറ്റു ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഉണ്ട്, വലിയ പ്രചാരണങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ കമ്പനികളിൽ വർക്ക് ഫ്രം ഹോം ഇല്ല, വർക്ക് അറ്റ് ഹൗസ് ഇല്ല, ഹോമില്ല, ഇതൊന്നുമില്ല. എല്ലാം ഓഫീസുകളിൽ പോയിട്ട് ജോലി ചെയ്യുന്ന സാഹചര്യം, ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, ലോകം മാറുകയാണ് ലോക്ക്ഡൌണിന് ശേഷം. പിന്നീട് ഏകദേശം മുഴുവനും ഓൺലൈനിലേക്ക് മാറിയ ഒരു സാഹചര്യമാണ്. നമുക്കിന്നറിയാം, നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഒരു സാധനം വേണമെന്ന് കണ്ടാൽ നിങ്ങൾ ഉടനെ ഓപ്പൺ ചെയ്യുന്നത് മീഷോ ആണ്. മീഷോ ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ഓർഡർ ചെയ്യുന്നു. ആ മേക്കപ്പ് ആണ് റുക്കിയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊരു സാധനം ആവശ്യമുണ്ടെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യുന്നു, ആ സാധനം നമ്മുടെ വീട്ടിലേക്ക് എത്തും. എല്ലാം ഇപ്പൊ നോക്കൂ, സൊമാറ്റോ പോലത്തെ ഇഷ്ടം പോലെ ഫുഡുമായി ബന്ധപ്പെട്ട ഡെലിവറി ആളുകൾ. നമുക്ക് സ്പോട്ടിൽ ഭക്ഷണം കിട്ടാൻ ഒരു പണിയില്ല, വീട്ടിൽ നിൽക്കുന്നു, മൊബൈൽ എടുക്കുന്നു, നമ്മളൊരു ആപ്പ് എടുക്കുന്നു, എന്നിട്ട് അതിലൂടെ ഭക്ഷണം ബുക്ക് ചെയ്യാണ്, ഭക്ഷണം വീട്ടിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ബാംഗ്ലൂർ പോലത്തെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി കിട്ടണമെങ്കിൽ ഓട്ടോയിലേക്ക് പോകണ്ട, ജസ്റ്റ് നമ്മൾ എന്താ പറയാ, ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്താൽ നമുക്കൊരു ടാക്സി വേണമെന്ന് കണ്ടാൽ ആ ടാക്സി അതിലൂടെ ഊബർ പോലത്തെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുള്ള സ്ഥലത്തേക്ക് വണ്ടി കിട്ടും. ഊബർ, യെസ്, ഗുഡ് അല്ലേ, വണ്ടി അവിടെ എത്തും. അവിടെ ആ സാധനം അവിടെ എത്തി, നമുക്ക് ഒരു പണിയുമില്ല. എല്ലാം വളരെ എളുപ്പത്തിൽ കടകളിലേക്ക് പോകേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ലാത്ത ഒരു കാലം നിർമ്മിക്കുന്നത് ഈ ലോക്ക്ഡൌണിന് ശേഷമുള്ള കാലഘട്ടം. മുമ്പുള്ള കാലഘട്ടമല്ല, ശേഷമുള്ള കാലഘട്ടം. ഇന്ന് നിരന്തരമായിട്ട് ഓൺലൈൻ എന്ന് പറയുന്നത് വികസനത്തിന്റെ ഒരു പ്രഥമ സ്റ്റെപ്പാണ് ഓൺലൈൻ എന്നുള്ളത്. പണ്ടുള്ളത് പോലെയല്ല ഈ ഓൺലൈൻ. ഇന്നത്തെ ഓൺലൈൻ അല്ല നാളത്തെ ഓൺലൈൻ. നിങ്ങൾ നോക്കണം, AI എന്ന് പറയുന്ന ഒരു ലോകം ഇവിടെ വന്നെത്തി. എത്ര എളുപ്പമാണെന്നറിയാം. ഒരു AI നമ്മൾ ചെയ്യുന്ന ഒരു വിഷയം എത്ര എളുപ്പമാണ്, വളരെ എളുപ്പം. എന്ത് പരിപാടിയും വളരെ ചുരുക്കിയ സമയത്ത്. ഞാൻ നമ്മുടെ മാധ്യയുടെ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെ നമുക്ക് വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകൾ എക്സാമാണ്. ഞാൻ ആ സബ്ജക്റ്റ് മുഴുവനും AI ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, രജിസ്റ്റർ നമ്പറും പേരും ചേർത്തിട്ട് എനിക്ക് എന്താക്കണം, ഇതിന്റെ മാർക്ക് ലിസ്റ്റ് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞു. സ്പോട്ടിൽ സെക്കൻഡുകളുടെ ഉള്ളിൽ അത് കൃത്യമായി, എന്തൊരു ഭംഗി എന്നറിയോ, വളരെ ഭംഗിയിൽ
അത് ക്ലിയർ ആക്കി തന്നു. വളരെ ഭംഗിയിലാണ് അത് ക്ലിയർ ആക്കി തന്നത്. ഞാൻ ജസ്റ്റ് അതിനെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. പറ്റുമെങ്കിൽ ഓപ്പൺ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, പിന്നെ കാണിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വളരെ എളുപ്പമാണ്, ഒരു പ്രയാസവും ഇല്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഫർള് ഐനായി, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഫർള് ഐനായി പോയി. ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടു. എന്താ, പണ്ടൊരു കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നു. അത് ഉമ്മാനോട് സംസാരിക്കാൻ, വാപ്പയോട് സംസാരിക്കാൻ, ഭർത്താവിനോട് സംസാരിക്കാൻ, അതുപോലെ ഭാര്യയോട് സംസാരിക്കാൻ, മക്കളോട് സംസാരിക്കാൻ, അത്രമാത്രം. പിന്നീട് അത് ജസ്റ്റ് മെസ്സേജുകളിലേക്ക് എത്തി. പിന്നീട് വാട്സപ്പ് പോലത്തിലേക്ക് വന്നു. ഇന്ന് ലോകം മുഴുവനും ഈ മൊബൈലിന്റെ ഉള്ളിലാണ്. എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ വിചാരിക്കും മൊബൈലിലൂടെ കളിക്കുകയാണ്. കളിക്കുകയല്ല, അവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് ഒരു സഹോദരി, നമ്മുടെ മാധ്യമയിൽപ്പെട്ട ഒരു സഹോദരി സംസാരിച്ചു. അപ്പോ ആ സഹോദരി പറയാണ്, ഒരു മാസം ചുരുങ്ങിയത് ഒരു 10,000-ന് മുകളിൽ ഞാൻ അധ്വാനിക്കുന്നുണ്ട് ഓൺലൈനിലൂടെ. എങ്ങനെയാണ് അധ്വാനിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് കേക്ക് ചെയ്യുന്നു. ആ കേക്ക് ഞാൻ അതിന്റെ പോസ്റ്റർ മറ്റു ബന്ധപ്പെട്ടതൊക്കെ ക്രിയേറ്റ് ആക്കിയിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നു. നമ്പർ കണ്ടിട്ട് വിളിക്കുന്നു, ഞാൻ അവരിലേക്ക് എത്തിക്കുന്നു. വീട്ടിലിരുന്നു കൊണ്ട് അധ്വാനിക്കുന്ന ചില ആളുകൾ, ഞാൻ ഇങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ പല രൂപത്തിലും. ഓൺലൈൻ എന്ന് പറയുന്നത് വലിയ സാധ്യതകളുടെ ലോകമാണ്. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ, സമ്പാദിക്കാൻ, ഇപ്പൊ പണ്ടത്തെ പോലെ നമ്മളെ ഭർത്താക്കന്മാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാലഘട്ടമൊന്നുമല്ല. അവർ തന്നാലേ ഉണ്ടാകൂ എന്നുള്ള ഒരു കാലഘട്ടമല്ല. സ്വന്തമായിട്ട് അധ്വാനിക്കാൻ ധാരാളം പ്ലാറ്റ്ഫോമുകൾ ഇന്ന് ഓൺലൈനിലുണ്ട്. ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുകളാണ്. എന്തൊക്കെ വേണം. ഞാൻ നമ്മുടെ മാദിഹയുടെ കോർഡിനേറ്റർ നമ്മുടെ മസ്റൂറ മാം, മുമ്പ് ഞാനൊരു AI ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണ് മസ്റൂറ മാം. അതോടുകൂടെ മാദിഹയും കൂടിയാണ്. അപ്പോൾ ഈ അടുത്ത് മസ്റൂറ മാമിന്റെ ഒരു സ്റ്റാറ്റസ് ഞാൻ കണ്ടു, AI ഒരു ക്ലാസ് അതിലൂടെ എന്താക്കുന്നുണ്ട്, പോസ്റ്ററുകൾ ഉണ്ടാക്കുക, വീഡിയോകൾ ഉണ്ടാക്കുക, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഈ അടുത്ത് നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ, ഒരു പ്രവർത്തകൻ, അദ്ദേഹം സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഉസ്താദ്, ഞാൻ കഴിഞ്ഞ ജൂൺ മാസത്തില് 48 പോസ്റ്ററുകൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. 48 പോസ്റ്ററുകൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. അപ്പോൾ എത്രയാണ് ഒരു പോസ്റ്റർ നീ വാങ്ങുന്നത്? ഒരു പോസ്റ്ററിന് ഞാൻ 150 റുപ്യ വാങ്ങുന്നുണ്ട്. 150 ഇൻറ്റു 48 എത്ര റുപ്യാണ് അധ്വാനിച്ചത്? എത്ര റുപ്യാണ് ഒരു മാസത്തിൽ? ഓൻ പറഞ്ഞ കോളേജ് പോവാണ്, ഞാൻ രാത്രിയുടെ സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. വീട്ടിലിരുന്നു കൊണ്ട് അധ്വാനിക്കാൻ വളരെ ഈസിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ധാരാളം മേഖലകളുണ്ട്, ഇഷ്ടംപോലെ മേഖലകളുണ്ട്. അതാണ് ഓൺലൈനുടെ കാലഘട്ടം എന്ന് പറയുന്നത്. എന്തൊക്കെ വേണം? പോസ്റ്ററുകൾ ഉണ്ടാക്കാം, വീഡിയോകൾ ഉണ്ടാക്കാം, ക്ലാസ്സുകൾ എടുക്കാം, കേക്കുകൾ ഉണ്ടാക്കാം, ഡ്രസ് കച്ചവടങ്ങൾ ചെയ്യാം, അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസുകൾ കച്ചവടം ചെയ്യാം. എല്ലാം മൊബൈലിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകമാണ് ഇന്നത്തെ ലോകം. ഈ ലോകത്താണ് ഞാനും നമ്മൾ നിലകൊള്ളുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞത്, ഈ ഒരു കാലഘട്ടത്ത് ഇന്ന് വരുന്ന ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബഹുമാനപ്പെട്ട മുസ്തഫ സാ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ മാസം ഈ തർബിയ തുടങ്ങുന്നതിന് മുൻപ് ഒരു പാരന്റ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാനിപ്പോ ദുബൈയിലാണ്, പക്ഷെ ഇവിടെ താമസം നമ്മളെ ഫ്ലാറ്റിലാണ്. പക്ഷെ എൻ്റെ കുട്ടി സ്കൂളിലേക്ക് പോവാണ്, പക്ഷെ അവനക്ക് മദ്രസ ക്ലിയർ ആവുന്നില്ല. അപ്പോ ഓനിക്ക് മദ്രസ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീച്ചർ വേണമെന്ന്. അപ്പൊ ക്ലാസ് 8ാം ക്ലാസ് ആണ്. പക്ഷെ 8ാം ക്ലാസ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉള്ള ഒരു ടീച്ചർ നമ്മുടെ കയ്യിലില്ല. കാരണം അറബി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീച്ചർ നമ്മുടെ കയ്യിലില്ല. അപ്പോഴോ അങ്ങനെ അറബി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ ചുരുങ്ങിയത് 5,000 റുപ്യ 6,000 റുപ്യ എങ്ങനെയും അധ്വാനിക്കാം, വളരെ ഈസിലി അധ്വാനിക്കാം. ഓരോ കുട്ടി വെച്ചിട്ട് ഒരു സംഘം, ഒരു 6 ആള് കൂടുന്ന ഒരു ബാച്ച് ഉണ്ടാക്കിയാൽ ഓരോ കുട്ടിയിൽ നിന്ന് ഇത്ര വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ക്യാഷ് ഉണ്ടാക്കാൻ ഒരു ദിവസത്തിൽ 1 മണിക്കൂറിൽ ചെലവഴിച്ചാൽ ഒരു മാസത്തിൽ നല്ല അധ്വാനിക്കാം. 2 മണിക്കൂർ ചെലവാക്കുകയാണ്, 3 മണിക്കൂർ ചെലവാക്കുകയാണ്, നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഓൺലൈൻ മദ്രസ എന്നുള്ളത്. ഇത് പല ആളുകൾക്കും ടൈമില്ല. ഇന്ന് ഒരു അനുഭവം ഉണ്ടായി. ഇന്ന് ഞാൻ ജോലി ചെയ്യുന്നത് അൽമദീന സ്ഥാപനത്താണ്. ഇന്ന് ഒരു അനുഭവം, അതായത് ഒരു രക്ഷിതാവ് പറയാണ്, എൻ്റെ മോൻ എനപ്പോയ സ്കൂളിലേക്കാണ് പോകുന്നത്. രാവിലെ 6 മണിക്ക് ബസ് വരുന്നതാണ്. 6-6:15 സമയത്ത് ബസ് വരും. ആ കുട്ടി എവിടുക്ക മദ്രസ പോവാ?
ആ കുട്ടിക്ക് മദ്രസ പോകാൻ കഴിയുന്നില്ല. കാരണം സ്റ്റാൻഡേർഡുള്ള ഫാമിലികളാണ്. അവർ സ്കൂളുകൾ ഹൈ ലെവൽ സ്കൂളുകളാണ്. ഹൈസ്കൂളിലെ ഫീസ് ആണെങ്കിൽ ലക്ഷക്കണക്കിന് ഫീസുകൾ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ അതിന്റെ ക്വാളിറ്റി അവർ നിലനിർത്തും. അപ്പോൾ അതിന്റെ ഇടയിൽ മദ്രസ പറ്റുന്നില്ല, മദ്രസ പോകാൻ പറ്റുന്നില്ല. അപ്പോഴോ ആ കുട്ടിക്ക് ഓൺലൈനിലൂടെ പഠിപ്പിക്കണം. എന്താ ചെയ്യുക? ഓൺലൈനിലൂടെ പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചർ ഉണ്ടോ? ഇന്നത്തെ ലോകം അങ്ങനെയാണ്. ഒഴിവില്ല, രക്ഷിതാക്കൾക്ക് ഒഴിവില്ല, വീട്ടുകാർക്ക് ഒഴിവില്ല, മക്കൾക്ക് ഒഴിവില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തെ അന്വേഷിക്കുകയാണ് ഓൺലൈൻ മദ്രസകളുണ്ടോ, ഓൺലൈൻ മദ്രസകളുണ്ടോ. ഇരുന്ന് അധ്വാനിക്കുക, ഒരു കാലഘട്ടം ഇരുന്നു കൊണ്ട് അധ്വാനിക്കുകയാണ്. ഞാൻ ഈ അടുത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഞാൻ പറയാം. എൻ്റെ പെങ്ങള് ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു മാസം ചെറിയ രൂപത്തിൽ സമ്പാദിക്കും. എന്നിട്ട് തൻ്റെ ഭർത്താവിന് ഒരു നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് ഗിഫ്റ്റ് കൊടുത്തു. നല്ലൊരു ഏകദേശം 10-20,000 മുകളിലുള്ള ഒരു മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ മുഴുവനും ഈ ഓൺലൈനിലൂടെ മാത്രം അധ്വാനിച്ച പൈസയാണ് എന്ന്. അവ ചുരുക്കം പറയുന്നത്, ഇങ്ങനെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, മറ്റുള്ളവർക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം, ഇങ്ങനെ എത്ര സാഹചര്യങ്ങളാണുള്ളത്. നമ്മൾക്ക് ഇഷ്ടംപോലെ അവസരങ്ങളാണ്. വീട്ടിലിരുന്നു കൊണ്ട് 1 മണിക്കൂർ മുസ്തഫ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ദീന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കലിമാത്തുകൾ, വഹീന്റെ വചനങ്ങൾ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഒരു കൂലി. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ഒരു കൂലി. ആഖിറത്തൊരു കൂലി. മറിച്ച് ദുനിയാവിലും നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ക്യാഷുകൾ, നല്ലൊരു അമൗണ്ടുകൾ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നമ്മളും നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, മദ്രസയുടെ സാധ്യതകൾ വലിയതാണ്, വിശാലമേറിയ സാധ്യതകളാണ്. പക്ഷെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം, സ്കില്ലുകൾ വേണം. നല്ല സ്കില്ലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിൽ നിങ്ങൾക്കും നല്ല ഉഷാറായിട്ട് മുന്നേറാൻ നിങ്ങളെ കൊണ്ട് കഴിയും. മാധ്യമക്ക് ഇഷ്ടംപോലെ ടീച്ചർമാർ ആവശ്യമുണ്ട്, ഇഷ്ടംപോലെ ടീച്ചർമാർ ആവശ്യമുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ടീച്ചർമാർ ആവശ്യമുണ്ട്. അതോടുകൂടെ തന്നെ അവർ മാധ്യയിൽ മാത്രം നിന്നാൽ മാധ്യയുടെ ഉള്ളിൽ നിന്ന് കൊണ്ട് പ്രവർത്തിക്കുന്നവരായി പോകും. നേരെ മറിച്ച് അവർ സ്വന്തമായ ഒരു ലോകം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടിക്ക് അവർക്ക് ഉണ്ടാക്കാൻ കഴിയും ചെയ്യും. അവിടെയാണ് ഞാനും നമ്മളും ചിന്തിക്കേണ്ടത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന, അല്ലെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ ഒരാളും ഡിപ്പെൻഡ് ചെയ്യരുത്, ഞാൻ ഒന്നിന്റെ ഉള്ളിലായി പോകരുത്. മറിച്ച് ഞാനൊരു പുതിയൊരു ലോകത്തിന്റെ ഭാഗമാവണം, എന്നിലൂടെ ഒരു പുതിയ ലോകം ഇവിടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഞാനും നമ്മളും മരിക്കുമ്പോൾ നമ്മൾ ഓർക്കാൻ ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ പുതിയൊരു ലോകം എങ്ങനെ ഉണ്ടാക്കുക? നിങ്ങൾ ഓൺലൈൻ മദ്രസ ഇവിടെ നിന്ന് പഠിക്കുകയാണ്. ഓൺലൈൻ മദ്രസയിൽ പഠിച്ചിട്ട് നിങ്ങൾ ആ സ്കില്ല് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പോസ്റ്ററുകൾ തയ്യാറാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നമ്മുടെ കോഴ്സിന്റെ ഒരു ഭാഗമാണ് AI പോസ്റ്ററുകൾ എങ്ങനെ ഉണ്ടാക്കാം, AI വീഡിയോകൾ എങ്ങനെ നിർമ്മിക്കാം, അതൊക്കെ പഠിപ്പിച്ചു തരും. സ്വന്തമായിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കാം, സ്വന്തമായിട്ട് നിങ്ങൾക്ക് വീഡിയോകൾ ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങളെ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചിട്ട് നിങ്ങളെ നമ്പറുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ഉഷാറാക്കി എടുക്കാം. എന്നിട്ട് നിങ്ങളിലേക്ക് മക്കളെ ഉണ്ടാക്കി തരാം, നിങ്ങൾക്ക് മക്കൾക്ക് ഉണ്ടാക്കാം. അവർക്ക് നിങ്ങൾക്ക് നിരന്തരമായിട്ട് ക്ലാസ് എടുത്തു കൊടുത്താൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് അധ്വാനിക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ അവസരങ്ങളാണ് ഇവിടെ മുന്നിലുള്ളത്. നല്ല അവസരങ്ങളാണ്, ഇഷ്ടംപോലെ അവസരങ്ങളാണ്. അതുകൊണ്ട് ഈ കാണുന്ന ഏകദേശം 79ഓളം ആളുകൾ ഈ ലൈവിലുണ്ട്. ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഒന്ന് അപ്ഡേറ്റ് ആയി ചിന്തിക്കുന്നവരായി മാറണം. ഒന്ന് എന്തെങ്കിലും ലൈഫിൽ മാറ്റം വരുത്തണം. എന്തെങ്കിലും ഒരു ക്യാഷ് മറ്റുള്ളവനോട് ചോദിക്കാതെ എൻ്റെ ആവശ്യത്തെ ഞാൻ തന്നെ നിർമ്മിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാനും നമ്മൾ എത്തണം. അതെത്താനുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സാണ് തർബിയ മദ്രസ ടീച്ചിങ് ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത്. സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് അറബി ഈ അടുത്ത് നമ്മളെ കുട്ടികൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത്, നമ്മുടെ തർബിയുടെ 1ാമത്തെ ബാച്ച് ക്ലാസ് എടുക്കുമ്പോൾ അതെ അറബി എങ്ങനെയാണ്, അറബി എന്താണ്, എങ്ങനെയാണ്, ഭയങ്കര പ്രയാസാണല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടികളുണ്ടായിരുന്നു. എന്നിട്ട് അറബിയിലേക്ക് അവർ കടന്നപ്പോ ആ ക്ലാസ് എടുത്തിട്ട് സൂം ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ അവര് വാട്സപ്പിലൂടെ അന്നത്തെ ക്ലാസിന്റെ അർത്ഥം വെക്കുകയാണ്. അവര് അങ്ങ് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാട്ടോ, ഒറ്റ ഒന്ന് കേൾപ്പിക്കുക ജസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ശരി, ഇത് നമ്മുടെ തർബിയ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ വാട്സപ്പ് ഗ്രൂപ്പാണ്. അതെ, ഇതൊക്കെ അവരുടെ ഒപ്പീനിയങ്ങളാട്ടോ, ഇതെല്ലാം അവരുടെ ഒപ്പീനിയനാണ്. ഓക്കെ, ഇതില് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ജസ്റ്റ്
ഞാനൊരു കുട്ടികൾ ക്ലാസ് കേട്ടിട്ട് അർത്ഥം വെച്ചതിന്റെ ഒരു വോയിസ് നോക്കാം, കിട്ടുമോ നോക്കട്ടെ. സ്ക്രോൾ ചെയ്യണം കുറച്ച്, കുറെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതെല്ലാം കണ്ടോ അവരുടെ അപ്ഡേറ്റ്സുകളാണ്, ഇതെല്ലാം അവരുടെ അപ്ഡേറ്റ്സുകളാണ്. ഓരോന്നും അവർ ചെയ്ത അല്ലെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്ത ഗ്രൂപ്പ് നിരന്തരമായിട്ട് കണ്ടോ. ഇതൊരു ദർസുർ റാബിയുൽ, ഇതാണ് കണ്ടോ. ഈ ഒരു അറബി പാടാണ്. ഇതില് ഈ ഒരു കുട്ടി അർത്ഥം വെക്കുന്നത് ശ്രദ്ധിക്കണേ. നോക്കുകയായിരുന്നു. ഇലത്തൊക്കെ അടിയാളത്തിലേക്ക് അപ്പോൾ അബൂഹു വക്കാല പാപ്പ വന്നു പറഞ്ഞു, സലാമു അലൈക്കും മാസ തങ്കുറു യാ ബുനിയ, നീ എന്ത് നോക്കുന്നത്? സലാമു അലൈക്കും കാന നബീല ഈദ് യൗമൽ അഹദ്, ആ പെരുന്നാൾ ദിവസം ഈ വരുന്ന ഞായറാഴ്ച ദിവസമാണ്. നസ്ഹബു, എനിക്കറിയില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും? സാക്കിർ പറയും, നിന്റെ സഹോദരി റഹീമ എവിടെയാണ്? റഹീമ പറഞ്ഞു, അനാ ഹാലിറക്കുന്ന ആസിൽ വിക്രത്തുറ ഇയ, അതെ കൈപ്പ കാരണം സിയാറത്തി ജദ്ദിക, നിന്റെ വല്യമ്മയെ കാണാൻ പോകുന്നു. യൗമൽ ഇസ്നാ, തിങ്കളാഴ്ച. ഓക്കെ, ഇത് നിങ്ങൾ കേട്ടോ? ജസ്റ്റ് ഒന്ന് യാ നബി, ഓ നബിയിലെ, ഐന ഉക്തിക, എവിടെയാണ്? വോയിസ് കേട്ടോ? ജസ്റ്റ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്തേ. കേട്ടോ? യെസ് കേട്ടോ. യെസ്, ജസ്റ്റ് ഒന്ന് യെസ് ഓർ യെസ്, കാല് ജസ്റ്റ് ഒരു യെസ്, ഓൺലി യെസ്. വൈ യെസ് വേണ്ട, കാല് യെസ് മതി. യെസ്, ഗുഡ് മഷാ, ഗുഡ്. കണ്ടോ? ഇത് അറബിയാണ് കുട്ടികൾ അർത്ഥം വെക്കുന്നത്. ഈ കോഴ്സ് തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? കഴിഞ്ഞ ജൂണിലാണ്. ഇന്ന് ജൂലൈ 21 2 മാസം വരെ തികഞ്ഞിട്ടില്ല. ഈ 2 മാസത്തിന്റെ ഉള്ളിലാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മാദിഹയുടെ തർബിയുടെ 1ാമത്തെ ബാച്ചിലെ കുട്ടികൾ അറബിയിൽ അർത്ഥം വെക്കുന്നത്. എന്തിനാണ് അർത്ഥം വെക്കുന്നത്? മദ്രസ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന മാദിഹ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ തർബിയ എന്ന് പറയുന്ന ഒരു കോഴ്സ്. നിങ്ങൾ 6 മാസം ഇതിൽ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് മക്കളെ നമ്മൾ നൽകുന്നു, അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് മക്കളെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്താക്കുന്നു? നിങ്ങൾ ആ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഒന്ന് ദീനാണ് പഠിപ്പിക്കുന്നത്, ആഖിറത്ത് കൂലിയാണ്. വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്, ആഖിറത്ത് കൂലിയാണ്. ആ കുട്ടി ഓതുന്ന ഓരോ ഹർഫിന്റെ പ്രതിഫലം നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല, ഈ ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് ഓരോ മാസം 1-ാം തീയതി ആകുമ്പോ 30-ാം തീയതി ആകുമ്പോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നെത്തും. ഇങ്ങനെയുള്ള ബെനിഫിറ്റ് കിട്ടുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്ന തർബിയ ഓൺലൈൻ മദ്രസ എന്ന് പറയുന്നത്. ഇതിന്റെ ഫീസ് വരുന്നത് 6000 രൂപയാണ്. കേവലം 6000 രൂപ മാത്രമാണ്. അതിൽ അഡ്മിഷൻ ഫീസ് 1500, ബാക്കി 4500 3 ടേമായിട്ട് അടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാണുന്ന ഓൺലൈൻ മദ്രസ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ കിട്ടുന്നത്. നിങ്ങള് പഠിച്ചിരിക്കും, അത് ഉറപ്പ്, സംശയമില്ല. കാരണം അനുഭവങ്ങൾ അങ്ങനെയാണ്, ഇവിടെയുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ്. പഠിച്ചിരിക്കും, ആ രൂപത്തിലാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മുസ്തഫ ഉസ്താദ്, നമ്മൾ ആദ്യം ക്ലാസ് എടുത്തു, ബഹുമാനപ്പെട്ടവര് SJM, കേരള സ്റ്റേറ്റ് SJMന്റെ മുഅല്ലിമീങ്ങളുടെ ട്രെയിനറാണ്. മുഅല്ലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്. ആ ഉസ്താദാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ മാമുണ്ട്, മഷ്റൂറ മാമുണ്ട്. വളരെ സ്കില്ലഡ് ആയ, എല്ലാത്തിലും കഴിവുള്ള മാം. നിങ്ങളെ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ കാര്യത്തിലും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാവും.
മാത്രമല്ല അത് എങ്ങനെയാണ് എടുക്കുക എന്ന് നിങ്ങളോട് പഠിപ്പിച്ചു തരും. എന്നിട്ട് നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. എല്ലാ രൂപത്തിലും കൃത്യമായി ട്രെയിനിങ് നൽകിയിട്ട് നിങ്ങൾ ഓൺലൈനിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ഇത് പ്രചരിപ്പിക്കാം അതും പഠിപ്പിച്ചു തരും. എങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കാം അതും പഠിപ്പിച്ചു തരും. എങ്ങനെ വീഡിയോ ഉണ്ടാക്കാം അതും പഠിപ്പിച്ചു തരും. എല്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ തർബിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പൊ ഞാൻ പറയുന്നത് ഇൻഷാ അല്ലാ ഈ അടുത്ത് തന്നെ നമ്മുടെ കോഴ്സ് ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാ 24ഓളം കുട്ടികൾ അഡ്മിഷൻ എടുത്തു. ആൾറെഡി അടുത്തവരാണ്. അപ്പൊ എല്ലാവർക്കും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഫ്രീ വെബിനാർ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്താക്കാം, വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് നൽകിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. കാരണം ഒരുപാട് കുട്ടികളെ നമുക്ക് ആവശ്യമില്ല. കാരണം എല്ലാവരും നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. എല്ലാവരും വന്നാല് നമുക്ക് ഒരുപാട് 100 കുട്ടികൾക്ക് വന്നു, പക്ഷെ നമുക്ക് ആ 100 കുട്ടികളെ കൊണ്ട് നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വളരെ കുറച്ചാണ്. അപ്പൊ ആ കുറച്ച് എത്രയും പെട്ടെന്ന് ആരൊക്കെ വരുന്നോ അവരെ മാത്രം കൂട്ടിയിട്ട് ഇൻഷാ അല്ലാ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കാൻ. അതുകൊണ്ട് താല്പര്യപ്പെടുന്ന ആളുകൾ ഒന്ന് എന്താക്കുക, മെസ്സേജ് ചെയ്യുക. ഇൻഷാ അല്ലാ അതിന്റെ ഇടയിലായിട്ട് നമ്മുടെ ഈ ആൾറെഡി ഈ ബാച്ചിലുള്ള ഇപ്പൊ നടന്നുകൊണ്ട് റണ്ണിങ് ബാച്ചിലുള്ള ചില കുട്ടികൾ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയും. ഇൻഷാ അല്ലാ അവരുടെ അഭിപ്രായം നിങ്ങൾക്ക് ഒന്ന് കേൾക്കാം. ആരാ അഭിപ്രായം പറയാ? ആൾറെഡി ആരാ ഉള്ളത്? ഇപ്പോ ഒരാളൊന്ന് മേക്ക് ഓണായി. ഞാൻ പറയാം. ഓക്കെ, ശരി. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ ആദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു എന്റെ പേര് 2 മിനിറ്റ്. മിസ്രി അൽമാദിഹ. അൽഹംദുലില്ല, തർബിയ ചൊല്ല ഒരു നല്ല ഒരു അവസരമായിട്ട് എനിക്ക് കിട്ടിയത്. തർബിയ ಅಂತಲ್ಲ, മാദിഹ ചൊല്ലದೆ ഒരു വലിയൊരു നല്ലൊരു ഞങ്ങളെ ഇത് പണ്ട ഒരു നല്ലൊരു അവസരമായിട്ട് മാദിഹ ഞങ്ങൾ കിട്ടിയ പോലത്തെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്. അപ്പൊ ആ മാദിഹാടെ എന്ത് ഒരു ഇത് ಬಂದು എന്തിരെ ക്ലാസ് ഉണ്ട് ചൊന്നെ ನಾ ರೆಡಿಯೇ ಇಕ್ಕಡೆ. ನಾನು ಫಸ್ಟಿಗೆ ಜಾಯಿನ್ ಆವಡೆ. പിന്നെ എന്തിരേನು വിഷയം കേക്കടി, പിന്നെ ഔത്തുൽ പെർമിഷൻ കേക്കടി ചൊന്നെ അത്ര ഗ്യാരണ്ടി ആയിട്ടിക്കറി നക്ക് മാദിയാൽ പണ്ട് എല്ലാ ക്ലാസ്സും നക്ക് നല്ല ഒരു യൂസ് ആയിരുന്നു. നന്റെ ലൈഫില് നന്റെ ലൈഫിനെ ഒരു ചേഞ്ച് ആക്കിയ പോലത്തെ ഒരു വിഷയം ആയിട്ടിക്കറി മാദിയ ചൊല്ലിയത്. ഈ മാദിയാൽ ನಾನು ಟೀಚರ್ ಆಯ್ತು ವರ್ಕ್ ಹಾಕ್ಕೊಂಟೂ ಇಲ್ಲ. ಅಲ್ಹಮ್ದುಲಿಲ್ಲ, ಅದು ಫೈನಾನ್ಸಿಯಲಿ ನಕ್ ಚೊಮ್ಮೆ ಹೆಲ್ಪ್ ಆಯಿರು. ಅಲ್ಲಾಂಟ್ ನಾನು ಎಂದ್ರೆ ಚೊಂತು ഒരു സമുദായത്തിക്ക് ഒരു ഗൊന്താവും പോലെ ആയിരു. കൊറോണ ടൈമിൽ ആയിത്തിക്കറ് ನಾನು ಕೋನೆಲಾಮത്തെ ಬ್ಯಾಚಿൽ മാദിയക്ക് ജോയിൻ ആയിരേ. ആ മാദിയൽ പിന്നെ ആയിത്തിക്കറ് നക്കപ്പ ഫസ്റ്റ് ഒരു പേടി പോലെ ഇತ್ತು. ഒരു മനുഷ്യന്മാരുടെ എങ്ങനെ മുൻട്രി എന്തിരി എന്തെല്ലാം ഓരോ ക്ലാസ്സിലൂടെ നക്ക് നല്ല ഒരു ഉഷാറായിട്ടേ പോയിരേ ನಾನು. അൽഹംദുലില്ല. അതേപോലെ ഈ തർബിയത്തെ പോസ്റ്റർ കാണലോട് കൂടെ ഞാൻ ജോയിൻ ആയി ಬಿಟ್ರೆ. ನಾನು ಫೀಸ್ ಅದು ಎಂದು ನೋಕಿದ್ಲ ಜಾಯಿನ್ ಆಯ್ತು. ನಕ್ ಅത്രയും ഒരു ಗ್ಯಾರಂಟಿ ആയിത്തിക്കറത്. അൽഹംദുലില്ല, ജോയിൻ ആയാൽ നക്ക് എന്തൊരു ലോസ് ആയിത്തില്ല. 2 തിങ്കൾ അവിടെ എത്തരെ അതിനിടയില് ഞാൻ ഒരു പോസ്റ്റർ സെൻഡ് ആക്കിയ. നന്റെ ഒരു ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെല്ലാം സെൻഡ് ആക്കി താകുമ്പോ നക്ക് 2 സ്റ്റുഡൻസ് ആയാರು. ഈ തർബിയ മാധ്യരത് അല്ലാണ്ട് തർബിയക്ക് ജോയിൻ ആയി പിന്നെ നാനായിട്ട് പോസ്റ്റർ സെൻഡ് ആക്കി താകുമ്പോ ഒരു കൊറിയ ആൾക്ക് അത് എത്തിരത്രേ. ചൊമ്മ ആൾക്ക് എത്തിട്ടില്ല. ನಾನು ഈ ട്രെയിനിങ് തീനത്തെ തുടങ്ങാട്ടും ഉണ്ടായ 2 സ്റ്റുഡൻസിനൊക്കെ ആയാರು. ഇന്നാല ജോയിൻ ആയിരാರು. ക്ലാസ് എടുത്തോണ്ടില്ല. അൽഹംദുലില്ല. അയെങ്കും ഇതില് നക്ക് മാധ്യല് ട്രെയിനിങ് ആയിട്ട് ഞങ്ങൾക്ക് ഇത് സ്വറ കിട്ടിരേ. മാധ്യ ടീച്ചർ ആയിട്ട് വന്നര് ആയെങ്കും ഈ തർബിയലുണ്ടല്ലേ ಏನು ചൊമ്മ ഞങ്ങൾക്ക് കിട്ടിയിരു. എങ്ങനെ എടുക്കാനൊക്കെ എത്ര മക്ക കിട്ടിയെങ്കിൽ ആ ക്ലാസ് എടുക്കുക ചൊല്ല ഒരു കോൺഫിഡന്റ് ഒക്കെ വന്നത് അതില്. അൽഹംദുലില്ല. പിന്നെ ഞങ്ങ പെണ്ണുങ്ങളെ ഞങ്ങ ചൊമ്മ പഠിച്ചിട്ട് ഞങ്ങ മങ്ങിലായി പോയിട്ട് ഞങ്ങളെ ഫാമിലി ഞങ്ങളെ മക്ക ചൊന്നിത്തു ഞങ്ങളെല്ലാ ആസിര മൂലയിൽ വെച്ച് ഞങ്ങൾ ദയിക്കറങ്ങല്ല. ഞങ്ങ ഒരു വെറും അടുപ്പ് വരൽ വെച്ചിട്ട് ഞങ്ങളെ സ്വറാക്കിക്കൊണ്ടിരിക്കറങ്ങല്ല. ഞങ്ങൾ എന്തൊരു ടാലന്റ് ഉണ്ട് അതിൽ ഞങ്ങൾ പറുത്ത് കാട്ടണം. അതിലൂടെ ഞങ്ങളൊരു ഫാമിലിക്ക് ഒരു ഹെൽപ്പ് അവിടെ പോലെ നിൽക്കണം അല്ലെ. ഇപ്പത്തെ നാളിലുണ്ടല്ലേ വെറും ഓരോ നാൾ നയിച്ചിട്ട് എന്തോ ആവില്ല. നടക്കുന്ന വിഷയമല്ല, കഷ്ടമുണ്ട്. മക്കളെ എഡ്യൂക്കേഷൻ കൈತೆ ചൊമ്മ ಬೇನವ್ಡು. അപ്പൊ ഞങ്ങളെ ഹസ്ബൻഡ്മാർക്ക് ഒരു ഹെൽപ്പ് ആയിത്തു ഇക്കട്. അതേപോലെ ഞങ്ങളെ ടാലന്റ് എന്തിരെ ഞങ്ങൾക്ക് ഒരു കാട്ടോക്കും ആവിടും. അല്ലാണ്ട് ഇപ്പൊ ഞാനുണ്ടല്ലേ ഞാൻ വെറും ഒരു ഔത്തുരു നന്റെ ഫാമിലിക്ക് കൊണ്ടുള്ള ഒരാളായി തിന്നെ ഉണ്ട്. അൽഹംദുലില്ല, ചൊമ്മ സ്റ്റുഡൻസ്മാരുള്ള എനക്ക് ആയെങ്കും ചൊമ്മ മാല് വിട്ടു പോയിരാ ചൊന്ന ഗൾഫിൽ ഇക്കറാറ്, ഇന്ത്യക്ക് പണ്ടാറ്, ദർസ് ജോയിൻ ആവടാറ്. അങ്ങനെ ഇണ്ടു നന്റെ കോണ്ടാക്ടിലുള്ളാറ്. എത്ര ഒരു ഫിസ്സത്തിൽ മുണ്ടാറ് ഇണ്ടു ചൊല്ലാറ് മാം നിങ്ങ പഠിപ്പാട്ടിയതുണ്ടല്ലേ
ಇಂಡು ನಂಡೆ ಮಕ್ಕ ಮರ್ന്നിಟ್ಲಾಂಟ್ നിങ്ങൾ സ്റ്റാർട്ടിങ് അലിഫ് പഠിപ്പാട്ടിര് നിങ്ങളല്ലേ അത് ഇപ്പോഴും ചന്ത ഓതി ഉണ്ടുള്ളാറ്. ಇಂದು ഒരു സ്റ്റുഡന്റ് നക്ക് പുതിയൊരു സ്റ്റുഡന്റ് മാധ്യൽ കിട്ടിത്ത് ജണ്ണാലായെ ആ കിടാവ് ദർശക്ക് പോണ്ടി കിടാവ് 2ാം ക്ലാസ്. ಅದ್ರ ಒಟ್ಟಿಗೆ ಏನೋರು ಕಿಡಾವು ಉಂಡು 1ാം ക്ലാസ്സിൽ പിന്നെ ನಾನೇ പഠിപ്പാട്ടിര്. ആ കിടാവു ഈ ദർസ് പോണ്ടി കിടാവ് ചൊന്നു കൊടുത്തോണ്ടുല്ലേ ഓത് വട്ടി കൊടുക്കുരേ. അത്ര ഉഷാറാവിടാറ് ചൊന്നെങ്കിൽ അതുക്ക് ട്രെയിനിങ് ആരത് ഞങ്ങള് മാധ്യൽ കിട്ടിയ ട്രെയിനിങ് ആയിത്തിക്ക്. അപ്പൊ അതിരെ കാട്ടി നല്ല നല്ല ഒരു വിഷയ തർബിയൽ ഞങ്ങൾ കിട്ടു. ഒരു ലെസന്റെ ഉൾഗ എന്തിരെല്ലാം ഞങ്ങൾ മക്കൾക്ക് കൊടുക്ക. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ലെസൺ നോക്കിത്ത് അതിൽ നക്ക് തെരിഞ്ഞ പോലെ ചൊന്നു കൊടുത്തോണ്ടിന്നെ കിതാബ് നോക്കി ചൊന്നു കൊടുത്തോണ്ടിന്നെ. അതിന് അറബി എല്ലാം നക്ക് അത്ര ഒരു കഷ്ടപ്പെടാൻ വേണ്ടിട്ട് ചൊന്ന കിതാബുൽ എന്തിര പണ്ട് അതിരെ പഠിച്ചിട്ട് ഇങ്ങനെ പഠിപ്പായിട്ട് വന്നേ. ഇപ്പൊ മക്ക ഇങ്ങനെ കേക്കലോട് കൂടെ നക്ക് ചൊല്ലുടെ എത്ര ഒരു ഗ്യാരണ്ടി ഉണ്ട് അത്ര തെരു ചൊന്നെങ്കിൽ അത്ര ചന്ത ഞങ്ങൾക്ക് അർത്ഥാവിടെ പോലെ ഉസ്താദ് ഞങ്ങൾ ചൊന്നാണ്ട് ഞങ്ങൾ ട്രെയിനിങ് തന്റെ ഉസ്താദ്മാർ അങ്ങനെ ഉള്ളാറ്. ടീച്ചർമാരെങ്കും ടീച്ചേഴ്സ് ഉള്ളാറയില് എന്തെങ്കിലും ഡൗട്ട് ഇന്നെങ്കിൽ അതിരെ ചൊന്നത്താരോ മഷൂര മാം എന്തൊരു ഇന്നെങ്കിൽ ഞങ്ങൾക്ക് അപ്പളേ റിപ്ലൈ ആക്കിട് എന്തൊരു ഡൗട്ട് ഇന്നെ കേൾക്കാം. പിന്നെ മെയിനായിട്ട് എന്തിനും ടീച്ചർമാർക്ക് വേണ്ടിയത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം അല്ലെ, നല്ല ഒരു മുൻറ് ഒരു ഇത് വേണം, ഒരു പേടിച്ച പോലെ എന്താക്കോത്തീരാ. അതുകൊണ്ടല്ലേ ഈ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ കിട്ടും. ഞാൻ നോക്കിര ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞങ്ങള് തർബിയ ക്ലാസ് സ്റ്റാർട്ട് ആവലോട് കൂടെ ഒരു കുറേ ആള് മുണ്ടി ಹೊಂಟಿದ್ದಾರೆ. ചൊമ്മ ആള് വീഡിയോ ഓൺ ആക്കുകെ മടി പോലാക്കി വരുന്നാರು മുണ്ടി ಉಂಟು ಇಲ್ಲ ಅಂತ. ഇപ്പൊ നോക്കൂര എല്ലാര കട്ട് ഉഷാർ അകമേ ഉള്ളാറ്. ഞങ്ങ ಬೇನೆങ്കിൽ ക്ലാസ് എല്ലാം എടുത്തിട്ട് കൊണ്ടിന്നങ്ങാൻ അങ്ങനെ ഞങ്ങളെക്കാട്ടി ഉഷാറ് എക്സാം സന നല്ല മാർക്സിൽ അങ്ങമേ ഫസ്റ്റ് വന്നിട്ടുള്ളാറ്. അൽഹംദുലില്ലാ കൊസ്യാവിടു എല്ലാരും നോക്കുമ്പോഴത്തേക്കും നല്ല കൊസ്യാവിടു. പിന്നെ ഇതില് നിങ്ങൾക്ക് ലോസ് ആവുന്നുണ്ട് എന്തുമില്ല. ಅದಕ್ಕೆ ನಾನೇ ಗ್ಯಾರಂಟಿ, ನಾನು ಗ್ಯಾರಂಟಿಲಿ ನಾನು ಜಂಡಾಲೆ ಜಾಯಿನ್ ಹಾಕಿರೆ ಅಲ್ಹಮ್ದುಲಿಲ್ಲ. ನಂದು ഒരു ಗ್ಯಾರಂಟಿಲೆ ಹೆಚ್ಚೊಂದು തർബിയല്ല ഞങ്ങൾക്ക് എന്തും ലോസ് ആവല്ല ചൊല്ലുടെ ഒരു ഗ്യാരണ്ടി നക്കുണ്ട് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മുടെ ഇപ്പോ നമ്മളോട് സംസാരിച്ചത് മിസ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി മാദിഹയാണ്. മാദിഹയുടെ സ്റ്റാഫാണ്. മാദിഹയില് ഓൺലൈൻ മദ്രസയില് അതിന്റെ ഇടയിൽ തർബിയയിലും ജോയിനായി അൽഹംദുലില്ലാ സ്വന്തമായിട്ട് 2 കുട്ടികൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് വേണ്ടത്. നിങ്ങളുടെ ലോകം നിങ്ങൾ സൃഷ്ടിക്കുക. മാദിഹയുടെ അണ്ടലിൽ തന്നെ നിൽക്കണം എന്ന് ഒരിക്കലും അദ്ദേഹം പറയുന്നില്ല. നിങ്ങളുടെ ലോകം നിങ്ങൾ സൃഷ്ടിക്കുക. ഇവിടെയാണ് വെറും മദ്രസ മാത്രല്ല ഉസ്താ, ಇಲ್ಲಿ മദ്രസന്റെ നിങ്ങൾ ട്രെയിനിങ് തന്നെങ്കു ഞങ്ങൾ സ്കൂളിൽ ഇത് കൂടി തീർത്തോണ്ടുള്ള ഗുഡ് ഗുഡ് അത്ര ഒരു ഗ്യാരണ്ടി ഉണ്ട് തർബിയൽ ഞാൻ കിട്ടിയത്. യെസ് അങ്ങനത്തെ ട്രെയിനിങ് കിട്ടിനെ അൽഹംദുലില്ലാ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ജസാക്കല്ലാഹു ഖൈറ. നെക്സ്റ്റ് ഇനി ആരാ പറയാനുള്ളത്? നെക്സ്റ്റ് ഒരാള് ആരുമില്ലേ? ഞാൻ പറയാം ഉസ്താദ്. ഓക്കെ പറഞ്ഞോളൂ, പേര് പറയൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഉമ്മ ഹബീബ വോയിസ് ബ്രേക്ക് ഉണ്ടല്ലോ. സ്റ്റുഡന്റ് ആയിട്ടിരിக்கிறேன். മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നല്ല ഒരു അല്ല കേக்குறா ഉസ്താദ്? കേൾക്കുന്നു. റൈറ്റ്. ഹലോ കേക്ക് റൈറ്റ്. ചെലോ റൈറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ನನ್ನ പേര് ഹബീബ, ഉമ്മ ഹബീബ, തർബിയത്ത് സ്റ്റുഡന്റ് ആയിട്ടിരിக்கிறேன். മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹ്ಗೆ എത്ര ശുക്ർ ചൊന്നേ അവളിಗಂತ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയതില്ല നക്ക്. ഇതില് ഞങ്ങൾക്ക് എന്തൊരു ചൊന്നെങ്കിൽ ഇതൊരു മെയിൻ തോട്ട് ആയിട്ടിക്കറ് മക്കൾക്ക് പഠിപ്പാറ്റതല്ല ആട്ട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ എങ്ങനെയെല്ലാം ഇംപ്ലിമെന്റ് ആക്കുക എങ്ങനെ ചൊന്നി ഇപ്പൊ ഒരു ഞങ്ങൾ ഒരു ജിക്കറ് ചൊല്ലുണ്ടായി മക്ക പഠിപ്പാട്ടുണ്ടായി മുന്നോല്ല ഞങ്ങൾ അത് പഠിച്ചിട്ട് ഞങ്ങൾ അതിരെ ഫോളോ അപ്പ് ആക്കിട്ട് ഇക്കൊന്നുണ്ടായിട്ടിക്കറ് ഇതൊരു മെയിൻ തോട്ട് ആയിട്ടിക്കറ് ഉಡ್ರಿ. പിന്നെ മക്കൾക്ക് എങ്ങനെ നെഗറ്റീവ് എന്ത് ചൊല്ലാണ്ട് ಖಾಲಿ പോസിറ്റീവ് വേയിൽ എങ്ങനെയെല്ലാം ടീച്ച് ആക്കുക, മക്കൾ എങ്ങനെയെല്ലാം ഇന്ററാക്ട് ആക്കുക, ഒരു ചെറിയ മക്കൾ എങ്ങനെ ക്ലാസ്സിൽ വെച്ചിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചൊന്നു കൊടുക്കുക, അതേപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെ ക്ലിയർ ആക്കുക, അങ്ങനെ പേരൻസ്മാരായിട്ട് എങ്ങനെയെല്ലാം കമ്മ്യൂണിക്കേറ്റ് ആക്കുക, ഇങ്ങനെ ഇതിലുള്ള വിഷയത്തിൽ ഉസ്താദാവട്ടെ മാം ആവട്ടെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ ചൊന്താണ്ട്. അതല്ലാണ്ട് ആ ക്ലാസ് അല്ലാണ്ട് സൈക്കോളജി ക്ലാസ് ആവട്ടെ കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ മുണ്ടോണു എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ആക്കണു ಇದೆಲ್ಲ ನಮಗೆ ಈ ಅಂಡರ್ എല്ലാം നമുക്ക് കിട്ടും. അതല്ലാണ്ട് ഒരു ലെസണിൽ എങ്ങനെയെല്ലാം ഫസ്റ്റ് ലെസൺ പ്ലാൻ ആക്കുക, എങ്ങനെ അത് പ്ലാൻ ആക്കിയിട്ട് എങ്ങനെയെല്ലാം ക്ലിയർ ആയിട്ട് മക്കൾക്ക് ചൊന്നു കൊടുക്കുക,
ഇങ്ങനെ എല്ലാ ബിസിയ ചെറിയ ബിസിയാ ഇതില് ನಾವು നല്ല ಇಂಪ್ರೂವ್ಮೆಂಟ್ ಉಂಡು ಕಿಟ್ರು ನಂಗು ಅಲ್ಲಾಂಟು ಮೆಂಟರ್ ಆವಟ್ಟು ನಂಗೆ ಎಪ್ಪ ಏ ಟೈಮ್ಲು ಆವಟ್ಟುಂಟಿಲ್ಲ ನಂಗೆ ಎಪ್ಪ ನಂಗೆ ಡೌಟ್ ಕೇಳ್ತಾ ಅಪ್ಪಮೇ ರೆಸ್ಪಾಂಡ್ ಆಗ್ರ ಅದು ನೇರೈಟ್ ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಎತ್ತರ ಶುಕ್ರು ಚೊನ್ನೆ ಮಿಯಾಲ നല്ല പ്ലാറ്റ്ഫോം ആയിട്ട് ഇക്കറ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മാഷാ അല്ലാ ജസാക്കുമുല്ലാഹ് ഖൈറ അൽഹംദുലില്ലാ. പിന്നെ നെക്സ്റ്റ് ഒരാളും കൂടെ പറയാം ഫൈനലി. തസ്ലീമ. ഓക്കെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് തസ്ലീമ, നമ്മുടെ ബെതിരായ. ഞാൻ ഇത് ಜಾಯಿನ್ ಆಗುമ്പോൾ ಫಸ್ಟ್ ಚೊಮ್ಮೆ ಡೌಟೇ ಇಂತು ನಕ್ಕು ಜಾಯಿನ್ ಆವನಾ ಬೇಂಡಿ ಇದೇ ஒரு ಮೈಂಡ್ ಸೆಟ್ಲೇ ಇದ್ದೆ. ಎಂದ್ರೆ ಹಾಕುರು ನಕ್ಕು ಒಂದು ಕ್ಲಾಸ್ ಆಲ್ರೆಡಿ ಜನ್ಮಕ್ಕಿಗೆ ನೆಡ್ತುಂಟುಲ್ಲ ನಾನು അങ്ങനെ ನನಗೆ ತೆರೀಡಲ್ಲೇ ಎಂದಿಗೆ ಬೇನು ಇದು ಅಡೈತು ನೋಕುವ ಜಂಡು ಇದ್ರದ್ದು ಕಿಟ್ರಲ್ಲೇ ಪೀಕೆ ಜಂಡು ಇದು ಕಿಟ್ಟುಂಬತ್ತು ನಾ ಪಡಿಪಾಟ ನೋಕುವ ಹೆಂಗನೆ ಅವಡು ಅದು ಸೇರಿ ಜಾಯಿನ್ ಆಯಲ್ ಪಿನ್ನ ಗೊಂತಾಯ್ತು ಮಕ್ಕಗೆ ಈ ಟೈಪ್ಲ ನಂಗೆ ஒரு ಚೊಂದು ಕೊಡ್ಕ ಅಂದ್ರೆ ಮಕ್ಕಗೊರು ಅಲ್ಲಿ ಮನಸ್ಸು ಮುಟ್ಟುವಂತೆ ಚೊಲ್ಲಾರೆ ಲಾಸ್ಟ್ ಟೈಲ್ ஒரு நாங்க இങ്ങനെ படிப்பாட்டுறேன் காலி பாட்டத்தமே எக்ஸ்பிளைன் ஆக்கி கொண்டு போண்டாத்தரமே இது ஜாயின் ஆயில் பின்ன ಗೊಂತಾಯ್ತು ಅದು ஒரு ಅಕ್ಷರத்திலும் ನಂಗೆ ஒரு ಹೆಂಗ ನಮಕ್ಕ ಕರೆಕ್ಟ್ ಆಯ್ತು ನಂಗೆ ஒரு ಎಕ್ಸ್ಪ್ಲೈನ್ ಆಕಿ ಕೊಡ್ಕ ನಂಗೆ ಸೇರಿಯೋದಲ್ಲ ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಭಾರಿ ஒரு ಖುಷಿ ಉಂಡು ನಕ್ಕು ಸೇರಿಯೋಳು ಪಿನ್ನ ಭಾರಿ ಖುಷಿ ಆಯ್ತು ಅದೇ ನಿರ್ಚ ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಪಡ್ಸೋನವರು ಎತ್ತರ ஒரு ಚಾನ್ಸ್ ಇದು ನಕ್ಕು ತಂತಲ್ಲೇ ಆ ಸೇರಿ ಯಾರು ಎಂದೂ ಟೆನ್ಷನ್ ಹಾಕೊಂಡೇ ಇಲ್ಲ ನಾನು ಜಾಯಿನ್ ಅವನ ಬೇಂಡೆ ಸ್ವಂತವರು ಸೆಕೆಂಡ್ ಥಿಂಕ್ ಹಾಕಂಡಾರು ನಂಗೆ ನಲ್ಲ ஒரு ಅಭಿಪ್ರಾಯ ನಿಂಗೆ ಜಾಯಿನ್ ಆಯ್ತು ಪಿನ್ನೆಮಿ ಅದ್ರದ್ದು ವಿಷಯ ಗೊಂತಾವು ನಲ್ಲ ಇತ್ತು ನಾನು ಸೇರಿಯದು ಚೊಳ್ಳೇದು ಬೆನಿಫಿಟ್ ಎಲ್ಲ ಅಂಟು ಲಾಸ್ ಎಂದು ಮಾವಲೇದು ಜಾಯಿನ್ ಆಯಿಂಗ್ ಚೊಂದೆಂಗ ಅದು ಇಡೀ ನಾಳು ಮೆದೆ ವಿಷಯ ಇದಾಕಿ ಉಂಡು ಈ ಕತ್ತರ ஒரு ಖುಷಿ ಉಂಡು ಅಲ್ಹಮ್ದುಲಿಲ್ಲ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. വലൈക്കും സലാം. മാഷാ അല്ലാ ജസാക്കുമുല്ലാഹ് ഖൈറ. മാഷാ അല്ലാ. മസ്റൂറ മാം. Yes, Ustaz. चलो जान विषय. Okay. Assalamu alaikum everyone. ഇപ്പൊ പറഞ്ഞിട്ടുള്ളേ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തർബിയുടെ കോർഡിനേറ്റർ മെന്ററായ മസ്റൂറ സുൽത്താൻ അൽമാദിയയാണ്. ഇൻഷാ അല്ലാ. Yes. Hope ellarum rahatullar. അൽഹംദുലില്ലാ. Yes. KGN Almadiha. KGN Almadiha chalo mummy oru Madiha antu oru per keko mummy nange korkosi bole avadu. ನಾನು ಫಸ್ಟ್ ಜಾಯಿನ್ ಆಯ್ದು ಮದಿಹಾ ಶರಿಯತ್ ಕೋರ್ಸ್ಗೆ. ಓಕೆ. കേക്കില്ല മാം, മ്യൂട്ട് ആയിരുന്നു. ಯಾ ಬಂಗ್ ತಿಂತಾ. ಓಕೆ. ಸೊ ನಾನು ಸ್ಟಾರ್ಟ್ ಹಾಕಿರ ನನ್ನ ಕರಿಯರ್ ಅಲ್ಮಾದಿಹತ್ತಲ್. ಫಸ್ಟ್ ನಾ ಜಾಯಿನ್ ಆಯ್ ಅಲ್ಮಾದಿಹತ್ತಲ್. ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಅದು ಜಾಯಿನ್ ಆಯ್ದೆ ಆರ ಅವರು ಸ್ಟೇಟಸ್ ನೋಕಿತಾನ್. ಬಿಕಾಸ್ ನಂಗೆ ಓರ್ ಸ್ಟೇಟಸ್ ನಂಗೆ ಎತ್ತರ ಅವ್ರ ಫಾಯ್ದ ಉಂಡು. ನಂಗೆ ಎತ್ತರ ನಂಗಲ್ಲ ಕರಿಯರ್ ಅದೇ ನಂಗೆ ಚೇಂಜ್ ಆಕ. ಈವನ್ ಓರ್ ಸಿಂಗಲ್ ಪೋಸ್ಟರ್ಲು ನಾನು ಆರದ ஒரு த்ரூல ஒரு போஸ்டர் நோக்கிட்டு நான் ஜாயின் ஆகி அல்ஹம்துலில்லா அதுக்கு எத்தனை ಶುಕುರ್ ಚೆನ್ನಂಗಮಯ್ಯಾವಲೆ. ಆ ಪೋಸ್ಟರ್ ಚೆಂತ ನಾನು ಆರದು ನೋಕಿರ ನಾಕ್ ನೆನಪಿಲ್ಲ. ಬಟ್ ನಾನು ಎತ್ತೋ ಇನ್ನ ಇಲ್ಮರದು ಆರು ಬೆಚ್ಚಿನಾರು ಅಂಕೆ ಪೆತ್ತರಮಾ ಕೂಲಿ ಕಿಟ್ಟಿಯೊಂಟಿಕ್ಕು. ರೈಟ್ ಫಸ್ಟ್ ಸ್ಟೆಪ್ ಆರದೈತಿಕ್ರು ಆ ಸ್ಟೇಟಸ್ ನಾನು ನೋಕಿಯಂಗಲೈತಿಕ್ರು. ಓಕೆ. ನೆಕ್ಸ್ಟ್ ಅಲ್ಮಾದಿ ಆಯ್ತು. ಅದ್ರಲ್ಲಿ 6 ಸಬ್ಜೆಕ್ಟ್ ಸಿಕ್ರು ಎಲ್ಲ ಈಚ್ ಅಂಡ್ ಎವ್ರಿ ಒನ್ ಕಾದು ನಂಗೆ ಅದು ಲೈಕ್ ನಿಂಗೊಂತುಂಡೆಲ್ಲ ಮಾದಿ ಹತ್ತಂಗ ಮೇಯ್ತಿಕ್ಕು ಮೋಸ್ಟ್ಲಿ ಹೆಂಗನೆ ನಂಗೆ ಆ ಕ್ಲಾಸ್ ಸಿಕ್ಕರು ಹೆಂಗನೆ ನೋಟ್ ಸಿಕ್ಕರು ಅದು ಎಂದಾಕ ನಂಗೆ ಅದ್ರ ರೂಟೀನ್ ಐತಿಂತು. ಓಕೆ. ಆ ಕ್ಲಾಸ್ ತೀನ್ ಎಲ್ಪಿನ ನಂಗೆ ಕಾಂಟಿಂತು ಓ ಶಾ ತೀನ್ ತಲ್ಲಿ ಎಂಟು ಅವ್ರು ಬೇಜಾರ್ ಪೊಲೆ ಅಂಟಿಂತು
ಸೊ അതിൽ പിന്നെ എന്താಯ್ತು నాకు ಮುರತ್ತಲ ಕಂಡತ್ತು. ಸೊ അതും ಜಾಯಿನ್ ಆಯ ಅಲ್ಹಮ್ದುಲಿಲ್ಲ. ನೋ ಎನಿ ರಿಗ್ರೆಟ್ಸ್. ನಾನು ಉಸ್ತಾದ್ പോസ്റ്റർ ഇടുന്നത് മാത്രം നോക്കറ് മിസ്റ്റർ മാം ചെന്ന പോലെ. അതിൽ പിന്നെ ನಂಗೆ ಎಂದ್ರ ಹಾಕ್ರೆ ಅದ್ರ ಡಿಸೈಡ್ ಹಾಕ್ರೆ ಫಸ್ಟ್ ನಂಗೆ ಜಾಯಿನ್ ಆಯ್ತಾ ಅವಡುಂಟು. ಸೊ ಮಾದಿಹ ಚೆನ್ನೆಂಗ್ ಅದು അങ്ങനെ ആയിത്തുണ്ട്. അതൊരു ബ്രാൻഡ് ആയിട് മാദിഹ ചൊല്ലത്. ഞങ്ങക്ക് സനത് കിട്ടിത്ത് ലൈക്ക് അതൊരു ഡ്രീം കം ട്രൂ. ഞങ്ങളത് ഞങ്ങ ഇപ്പ ഒരു പെണ്ണിങ് ആയാൽ പിന്നെ അങ്ങ് മഞ്ഞിലായാൽ പിന്നെ അങ്ങനെ മക്ക അങ്ങനെ ഇത് സൊറ ഇതേ അവിടെ ಅಂಕಂಟ അങ്ങെന്താക്കില്ല ഒരു ಟೈಮ್ അങ്ങ കൊടുക്കില്ല. ಯಾರಾಯ್ತು പെണ്ണിങ്ങളത് ചൊന്നിട്ടില്ലേ ನಾನು ಅಂಕೆಂದಾಡು ಮಂಗಿಲಾಯ್ತು പിന്നെ മക്ക സൊറ ಹೌಸ್ ವರ್ಕ್ ಹಿಂಗಂತದ ಎಲ್ಲ ಇಕ್ರು ಹಂಗ ಕರಿಯರ್ ಅದು ಬಿಸಿಯತಿಲಿ ಹಂಗ ಪೋಂಡುಲ್ಲ ನಂಗೆ ಎಂದಿಗೆ ಇದೆಲ್ಲ ಅಂಟು. ಬಟ್ ഞങ്ങളെ കരിയർ ബിൽഡ് ആവടെ അപ്പ ഞങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്തേക്ക് ഞങ്ങൾ എന്താവു കരിയർ ബിൽഡ് ആക്കോക്ക് സാധ്യ ഉണ്ടു. പേടിച്ച് തയ്ക്കാറല്ലേ, പേടിച്ച് തെച്ചക്ക് എന്തും എന്താക്കാവല്ലേ ഗോൾ അച്ചീവ് ആക്കോക്ക് അവിടെ ഇല്ല. ഓക്കെ ആൻഡ് ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಮುರತ್ತಲ ಆಯ್ತು. ಸನದ್ ಕಿಟ್ಟಿತ್ತು. ಸನದ್ ಕಿಟ್ಟಮ್ ನಾ ವಿಯರ್ಚನೆ ಮಾಷಾಲ್ಲ ಎತ್ತೆತ್ತರ നല്ല ಟೀಚರ್ಸ್ ಮಾರುಲ್ಲಾರು ಲೈಕ್ ನಂಗೊಂತಾವಡ അവിടെ എങ്ങനെ ഇതാക്കാറ് നല്ല ട്രീറ്റ് ആക്കാറ് ഉണ്ടല്ല. കൊസി ആൻಟಿ ಇಂತು നോക്കുമ്പല്ല ആനെ ഓക്കെ ഫൈൻ ಇದೆಲ್ಲ ಇತ್ತು ಸನದೆಲ್ಲ ಇತ್ತು. അതിൽ പിന്നെ ಮುಹಿಬ್ಬ ಕೋರ್ಸ್ ಬಂತು. ಅದ್ರ ಮುನ್ನಲ್ಲಿ AI ಕೋರ್ಸ್ ಬಂತು. ನಾನು AI ಸ್ಟೂಡೆಂಟ್ ಉಸ್ತಾದ್ರೆ ಸ್ಟೂಡೆಂಟ್ ನಾನು ಅಲ್ಹಮ್ದುಲಿಲ್ಲ. ಇಪ್ಪ ನಾನು ഏത് ട്രെയിനിങ്ങും ഞാൻ ഇപ്പൊ ആക്കുക റെഡി ഇല്ല ನಾನು AI. ಸೊ ഒരു പ്ലാറ്റ്ഫോം ഉസ്താദ് തന്നതിലുണ്ടല്ലേ എന്തോ ഒരു റിഗ്രറ്റ് ചൊല്ലത് ഇല്ലಗೇ ഇല്ല. അതിൽ ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആയിടല്ല ಅಂತೆ. ഓക്കെ ആൻഡ് അതിൽ പിന്നെ ನಾ ತರಬೇತಿಗೆ ಜಾಯಿನ್ ಆಗೋಗಿನ್ನೆ. ಆಕ್ಚುಲಿ ನಾನು ಆಲ್ರೆಡಿ ഒരു ಮೆಂಟರ್ ಆಯ್ತುಲ್ಲ ನಾನು. ಸೊ ನಾ ಕ್ಲಾಸಸ್ ಜಾಯಿನ್ ആയിട്ടല്ലോ. ಸೊ ನಾಕೆಂದಾಗಿ ನಾ ಬಿಯರ್ಚೆ నాకు ಟೈಮ್ ഇല്ലല്ലേ ನಾನು എങ്ങനെ ഇದ್ರೆ ಮ್ಯಾನೇಜ್ ಆಕ್ರೇನ್ ಆನೆ ಅದು ನಾನು ಇದಾಕೋಕ್ പോയിട്ടില്ല. నాకు ഉസ്താദിന്റെ ಕಾಲ್ ಬಂತು, നീ മദിഹത്തെ എന്താക്കാറ് ಮೆಂಟರ್ ആവടാರ. ഞാനത് ഈവൻ ನನ್ನ കണ്ണ് ഇങ്ങനെ ബ്ലിങ്ക് ആക്കുற മുന്നല്ലേ ഞാൻ എന്താക്കിയ ಎಸ್ ಉಸ್ತಾಂಟು. ಸೊ ನಂಗೆ ಎಪ್ಪ ನಂಗೆ ಒಪರ್ಚುನಿಟಿ ಕಿಟ್ರು ನಂಗೆ ಅದ್ರಿಂದ ಹಾಕೊಂಡು ಗ್ರ್ಯಾಬ್ ಹಾಕೊಂಡು പിന്നെ റിഗ്രറ്റ് ആക്കോ ಗೊತ್ತೀರಾ. ನಂಗೆ ಇಲ್ಮು ಚೆಲ್ಲದುಂಡಲ್ಲಿ ನಂಗೆ ಎತ್ತರೇ ಅವಟ್ಟು MBBS ಅಂದ್ರೆ വലിയത് ಇಂಜಿನಿಯರ್ ಎಂದ್ರೆ ಬೆನ್ನಿಂಗ್ ಆವಟ್ಟು ಅದು ಹಂಗ ಪಡ್ಚಾರುಂಟದು ಆವಡೇ ಇಲ್ಲ. ನಂದೆಲ್ಲ ಪರಿಚಿತ ಇತ್ತುಂಟು. ಆ ವರ್ಡ್ ಇತ್ತರ ತೋಲ್ ಆರುಗೂ ಬಂತಿಕ್ಕಾಲೆ. ಈವನ್ ನಾನು ಮದಿಹತ್ಲಿನಪ್ಪ ನಂಗೆ ಸಣದ್ ಗಿಟ್ಟೊಂಬ ಉರುಸ್ತದು ಚೊಂದ್ ತಿಂತು ಇದು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನೆಟ್ ಅಲ್ಲಾಹು ಚಂದ ಇಂತುಲ ಎಂದ್ರೆ ಕೇಕ್ರು ನೀನು ಇದು ಕೇಕುರುಂಟು ಎಂದ್ರು ಇಲ್ಮು ಕೇಕುರು ನಬಿಯೆ ಇಲ್ಮು ಕೇಕುರುಂಟು ರಬ್ಬಿ ಜಿದ್ನಿ ಇಲ್ಮ ಅಂಟು. ഞങ്ങളെല്ലാരും ലീഡർ എഡ്യൂക്കേഷൻ ലീഡർ ആರು നബിര മുട്ട അല്ലാഹു ചൊല്ലി നിങ്ങ ഇൽമു കേക്കുರು ಇಲ್ಮುರ ಕೇಕುರು ನಿಂಗ ಅಂಟು. ಅದು ஒரு ಪಲಕ ನಂಡ ತಲೆಯಲ್ಲಿ ಎಪ್ಪவும் ನಾನು ಬೈಕ್ರದು ഏത് പോസ്റ്റർ ಬೇನೆಂಗ್ ಕಾಣಟ್ಟು ಎಂದ್ರ ಬೇನೆ ನಕ್ಕದ್ರೆ ಅಂದ್ರೆ ಕ್ಯೂರಿಯಾಸಿಟಿ ಇಲ್ಲಿ ಎಂದ್ರ ಪರ್ಚೆಂಗ್ ಎಂದ್ರ ಕಿಟ್ಟು ನಂക്ക് ನಂಗೊಮ್ಮೆಂದ ಅವನಲ್ಲಿ ಜಾಯಿನ್ ಆವಣುಂಟು. ಹೆಂಗೆ ಎತ್ತರೇ ಬೇನೆ ಪಡಿಕಟ್ಟ ಅದು ಕೊರಡಿ ಆವಡ ಇಂದ್ರ ಇಲ್ಲ ಕೊರಡಿ ಇಂಟ ಆವಡೇ ಇಲ್ಲ. ಸೊ ನಂಗೆ ಇಪ್ಪ ಎಂದುം ಗೊಂತಿಕ್ಕಿಲ್ಲ. ನಂಗೆ ಝೀರೋ ಐತಿಕ್ಕಿಲ್ಲ. ನಂಗೆ ಎಲ್ಲಾರು ಈಚ್ ಅಂಡ್ ಎವ್ರಿ ಪರ್ಸನ್ ಸ್ಟಾರ್ಟ್ಸ್ ಫ್ರಮ್ ಅ ಝೀರೋ. ಆರು ಅವನು ಫಸ್ಟ್ಗೆ ಎಂದ್ರ ലാക്കിൽ പോയിട്ട് നിക്കില്ല. ഫസ്റ്റ് സീറോ സ്റ്റെപ്പ് വെച്ചിട്ട് എന്താ അവിടെ മുന്നോട്ട് പോണ്ടേ. നണ്ട ജേർണി അങ്ങനെ ആയിട്ടുണ്ട് അൽമാദിയത്തിൽ. ഓക്കെ നിങ്ങ ഏത് എന്ത് നിങ്ങ പഠിക്കരെങ്കും നിങ്ങ എന്ത ഇതാക്കണു ನಂಗೆ അതില് എന്തായെങ്കിലും ഒരു നോളേജ് കിട്ടു ನಂಗೆ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വേണം. അപ്പൊ നിങ്ങക്ക് എന്താക്കോടു ഒരു കോൺഫിഡന്റ് ആയിത്തിക്കോടു ഒരു കോൺഫിഡന്റ് ബിൽഡ് ആവു നിങ്ങക്ക്. നിങ്ങളത് നിങ്ങ എന്താക്ക അർത്ഥ ആക്ക. ನಂಗೆ ಎಂದು ಗೊಂತಿಕ್ಕಿಲ್ಲ. ಅವ್ರು ಚಂಡಿ ಮಾರೋ ಪೋಲಿ ನಿಂಗೆ ಆರಾಯಂಗು ಮೂಸ್ರಾರ ಆರಾಯಂಗು ಚೆಲ್ಲುವಾರ ಹಂಗ ಬರ್ವ ಚಲು ಅವಳಿಗೆಂದು ಗೊಂತಿಲ್ಲ ಬಾವ ಆನೆ ಚಲ್ಲಿ. ഈവൻ നാളെ ഫാമിലിയുടെ അങ്ങമേ ചൊല്ലാറ് നാ കേക്കും മണ്ടില്ല അങ്ങ ബിക്കോസ് അങ്ങനെ മൈൻഡ് സെറ്റിൽ ಅಂದ್ರೆ ഇക്കറ് ഉലಗೆಂದು ಮಂಡೇ ಇಲ್ಲ ಅಂಟು ರೈಟ್. ಸೊ ನಂಗ ಪ್ರೂವ್ ಆಕ್ರೆಂಗ ನಂಗೆ ನಾಲೆಜ್ ಬೇಣು. ಅದು ಏದು ನಾಲೆಜ್ ಆಯಂಗು ಅವಟ್ಟು ವಿ ಹ್ಯಾವ್ ಟು ಗೇನ್ ನಾಲೆಜ್. ರಬ್ಬಿ ಜಿದ್ನಿ ಇಲ್ಮ. ಓಕೆ ಈ ಪ್ಲಾಟ್ಫಾರ್ಮ್ ನಂಗೆ ಅಲ್ಹಮ್ದುಲಿಲ್ಲ ಉಸ್ತಾದ್
ആബിദ് ഉസ്താദ് മുസ്തഫ ഉസ്താദ് നല്ലൊരു ಎಂದ್ರು ചെല്ലാറ് ಕೋಶಿಶ್ ಹಂಗ ಅವರು ಪಿಲ್ಲರ್ ಪೋಲೆ ಜೆಂಡಾಲ್ ಎಲ್ಲத்துக்கு ಎಂದಾಕ್ರಾರಂಗ ಇದಾಕಿಯೊಂಟಿಕ್ರಾರ್ ಹೆಲ್ಪ್ ಹಾಕಿಯೊಂಟಿಕ್ರಾರ್ ಆಮೇಲೆ ಎಂದ್ರೆ ಅಂಕ್ಸೋ ವರ್ಡ್ಸೇ ಬಂಡಿಲ್ಲ ದೇ ಆರ್ ಲೈಕ್ ದ ಪಿಲ್ಲರ್ಸ್ ಓಕೆ ಲೈಕ್ ಒರ್ತರ ಮೇಲ್ ಪೋಂಡಿಂಗ್ ಹಂಗ ಜೆಂಡಾಲ್ ಅಂಗಲೆ ಕೊಂಡು ಸಾಧ್ಯ ಚೊಲ್ಡಾರಲ್ಲಿ ಹಂಗ ಪುಷ್ ಹಾಕ್ರಾರು ನಿಂಗ ಎದುರು ಪೋರು ನಿಂಗ ಎದುರು ಪೋರು ಉಂಟು ಓಕೆ ಯಾ ದಟ್ಸ್ ಆಲ್ ಎಲ್ಲರೂ ನೋಕರು ತೆಂಕಾಕರು ಇಟ್ಸ್ ಅ ಬೆಸ್ಟ್ ಗೋಲ್ಡನ್ ಅಪರ್ಚುನಿಟಿ ನಾನು ಚೊಲ್ಡೆ ಮಿಸ್ ಆಕಂಡ മാഷാല്ല ജസാക്കുമുല്ലാ ഖൈറ അൽഹംദുലില്ലാ. അപ്പോൾ അഭിപ്രായങ്ങൾ എല്ലാവരും കേട്ടു, പരസ്പരം എല്ലാവരും കേട്ടു. അഭിപ്രായങ്ങൾ പറയിപ്പിച്ചത് നിങ്ങളെ പിടിച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാനൊന്നുമില്ല. ഇതിന്റെ ആവശ്യകത എന്താണ്, കിട്ടിയവർക്കുള്ള ടേസ്റ്റ് എന്താണ്, ഇതിനെക്കുറിച്ച് ജസ്റ്റ് നിങ്ങൾ മുന്നിൽ ഒന്ന് പ്രൂഫോട് കൂടെ പറയുമ്പോൾ അതിന് ഒന്നുകൂടെ ക്വാളിറ്റി കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇങ്ങനെ നമ്മൾ ചെയ്തത്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഒരുപാട് കുട്ടികളെ ആവശ്യമില്ല, എല്ലാ കുട്ടികളെയും നമുക്ക് നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പൊ കുറച്ച് കുട്ടികളെ അഡ്മിഷൻ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോ അങ്ങനെ താല്പര്യമുള്ളവർ 1-2 ദിവസത്തിന്റെ ഇടയിലായിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ പേരും രജിസ്റ്ററും പേരും നിങ്ങൾ ഇതൊക്കെ അയക്കുക, ഇൻഷാല്ല ജോയിൻ ആവാനുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിന്റെ പോസ്റ്റർ അല്ല അതിന്റെ ഫോം ഇൻഷാല്ല നിങ്ങൾക്ക് അയച്ചു തരും. ഞാനല്ലാത്ത വേറെ അവിടെ മാതിയുടെ ടീച്ചേഴ്സ്മാരുണ്ട്, ഇപ്പൊ സംസാരിച്ച മഷൂറ മാം ഉണ്ട്, മുമ്പ് സംസാരിച്ച മറ്റു മാമുമാരൊക്കെ ഉണ്ട്. ആർക്ക് അയച്ചാലും മതി, ആർക്ക് അയച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒന്ന് എന്ത് ചെയ്യുക, അയച്ചിട്ട് നിങ്ങളുടെ ഒരു സീറ്റ് നിങ്ങൾ ആൾറെഡി എന്ത് ചെയ്യുക, ബുക്ക് ചെയ്താൽ ഇൻഷാല്ല വലിയൊരു ഡ്രീമിലേക്ക് നിങ്ങളെല്ലാവരും എത്തും ഇൻഷാല്ല. മുസ്തഫ അന്നേ പറയണ്ടാവും. ഓക്കെ, അൽഹംദുലില്ലാ. എല്ലാവർക്കും വന്നെത്തിയ ഈ ഒരു സമയം വരെ നമ്മുടെ കൂടെ നിന്ന ഓരോരുത്തർക്കും മനസ്സ് നിറയെ നന്ദിയാണ്. കോഴ്സിന്റെ ഒരു ഡീറ്റെയിലും കൂടി ഞാൻ പറയുന്നു. 6 മാസത്തിന്റെ കോഴ്സാണിത്. മദ്രസ AP EK 2 വിഭാഗത്തിന്റെ പാഠപുസ്തകങ്ങൾ ഇൻഷാല്ലാ ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കും. ഇതിന് ഫീസ് വരുന്നത് 6000 രൂപയാണ്. 1500 ആദ്യം അടക്കുക, പിന്നെ 3 ടേമായിട്ട് 1500 അടച്ചാൽ മതി. ആ രൂപത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തത് ഏത് പാവപ്പെട്ടവനും ജോയിൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കിയുള്ള ചില കോഴ്സുകളൊക്കെ ഉണ്ട്, 12000 രൂപ 15000 രൂപന്റെയും കോഴ്സുകളുണ്ട്. പക്ഷെ അവിടെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാളിറ്റിയോടുകൂടെ ഇവിടെ നമ്മൾ കൊടുക്കുന്നു. പക്ഷെ പൈസ വളരെ ചുരുക്കിയിട്ടാണ്. കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് പാവപ്പെട്ടവർ അവർ സ്വന്തം ഭർത്താവിനേക്ക് ആശ്രയിക്കാതെ സ്വന്തം ജീവിക്കട്ടെ. മാത്രമല്ല ഭർത്താവൊക്കെ ചെറിയ ജോലികളായിരിക്കും, അവർക്കൊരു സപ്പോർട്ടിങ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. വലിയ ആളുകളെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല, ചെറിയ ആളുകളെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ 6 മന്ത് ആണ് കോഴ്സ് വരിക. ഓക്കെ, അള്ളാഹു താല എല്ലാവർക്കും ഒരുമിച്ച് കൂടെ ഓരോരുത്തരും ഹൈറും ബർക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ സമയം ചോദിക്കുന്നുണ്ട്. സമയം നമ്മളിപ്പോൾ മനസ്സിൽ കരുതിയിട്ടുള്ളത് 8:30 to 9:30 ആണ് കരുതിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആക്കാവുന്നതുമാണ്. കിതാബിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. കിതാബ് നമ്മൾ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അതിന്റെ PDF നമ്മൾ അയച്ചു തരും. സ്വന്തം നിങ്ങളുടെ കയ്യിൽ കിതാബ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരർത്ഥത്തിൽ. ഇനി കിതാബ് നിങ്ങളുടെ കയ്യിലില്ല, അതിന്റെ PDF നമ്മൾ അയച്ചു തരും. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഒരു വീഡിയോ, ഒരു നമ്മുടെ എന്താ പറയാ ഗ്രൂപ്പ് കാണിച്ചു, അതിൽ കണ്ടിട്ടോ ടെക്സ്റ്റുകൾ കണ്ടിട്ടുണ്ടോ. അതേപോലെ തന്നെ കിതാബിന്റെ ഫോട്ടോയും കൊടുക്കുന്നുണ്ട്, PDF കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വേറെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കും. വേറെ ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ കിതാബിനെ കുറിച്ച് ചോദിച്ചു, ക്ലാസ്സിനെ കുറിച്ച് ചോദിച്ചു, മാസത്തെ കുറിച്ച് ചോദിച്ചു, 6 മന്ത് ആണ് പറഞ്ഞു. ഇനി വേറെ എന്താ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കും. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നൈറ്റ് 8:30 ആണ്. അറ്റൻഡൻസ് ഉണ്ട്. ഇനി ക്ലാസ് കേൾക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ അന്നത്തെ ദിവസം അറ്റൻഡൻസ് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്ലാസ് റെക്കോർഡ് അവർക്ക് അയച്ചു കൊടുക്കും. ക്ലാസിന്റെ റെക്കോർഡ് കൃത്യമായിട്ട് അയച്ചു കൊടുക്കും. ഓക്കെ, ഇൻഷാല്ലാ. കാരണം നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക. പിന്നെ ഏജ് കൗണ്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് എബിലിറ്റി ഉണ്ടോ, വായിക്കാനും ഓതാനൊക്കെ അറിയോ എങ്കിൽ നിങ്ങൾക്ക് എന്താവാം, ജോയിൻ ആവാം. എത്ര ഏജ് അങ്ങനെ ഒന്നുമില്ല, ഒരു 15 വയസ്സിനപ്പുറത്ത് ആർക്കും ആവാം. ഓക്കെ, അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പിന്നെ ജോയിൻ ചെയ്യാലോ. TTC കോഴ്സ് ജോയിൻ ചെയ്തവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല. കിതാബ് നിങ്ങൾ എടുക്കണമെന്നില്ല, കിതാബ് നമ്മൾ അയച്ചു തരും. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇനി കിതാബ് എടുക്കാൻ പറ്റുമെങ്കിൽ വളരെ ബെറ്റർ അതാണ്. ഇനി അങ്ങനെയല്ല, കിതാബ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ PDF അയച്ചു തരും. ക്ലാസ് ഉണ്ടാവും 1 മണിക്കൂറാണ്.
പിന്നെ വാട്സപ്പിൽ ഡിസ്കഷൻ മറ്റു ബന്ധപ്പെടുത്തിട്ടുണ്ടാവും. ഈ എന്താ പറയാ ഉസ്താദ്, ഈ ട്രെയിനിങ് കോഴ്സിന്റെ ബാച്ച് തുടരാൻ കണ്ടിന്യൂ ആവുന്നുണ്ടോ? ഇല്ലല്ല, ഇപ്പൊ പുതിയ ബാച്ച് തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു പുതിയ ബാച്ച് തുടങ്ങുകയാണ് ഇൻഷാല്ല. ഈ മാസം 23-നാണ് ഇൻഷാല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിലപ്പോൾ അങ്ങോട്ട് ലേറ്റ് ആവാം, നോക്കാം ഇൻഷാല്ല. എക്സാം ഉണ്ടാവും, എക്സാമുകളൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങളെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് എടുക്കണ്ടേ, നിങ്ങളൊരു ക്വാളിറ്റി ആയിട്ട് എടുക്കണ്ടേ. പ്രസന്റേഷൻ ഉണ്ട്, നിങ്ങളെ എബിലിറ്റി ഉള്ള ഒരാളാക്കി മാറ്റണ്ടേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതൊക്കെ ചെയ്യും. ആദ്യം ഒരു ക്ലാസ് തന്നിട്ട് വിടുക, ബാക്കി നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളി എന്നുള്ളതല്ല. മലയാളത്തിലാണ് ക്ലാസ്. ഞാൻ എൻ്റെ ക്ലാസ് ആണ്, മുസ്തഫാന്റെ ക്ലാസ് മലയാളത്തിൽ ഉണ്ടാവും, മഷൂറ മാം ഉണ്ടാവും. മഷൂറ മാം ബാരിയിൽ ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് മനസ്സിലാവാത്ത എനിക്ക് ബാരി അറിയും, മുസ്തഫാദിനും ബാരി അറിയും. അറിയാത്തത് ഇൻഷാല്ല ബാരിയിൽ അങ്ങനെ തന്റെ എക്സ്പ്ലെയിൻ ആക്കി തണ്ട. ഓക്കെ, ലൈവ് ക്ലാസ് ആണ് ഇക്കരെ, ലൈവ് ക്ലാസ് ആണ് ഉണ്ടാവുക. സൂമിലാണ് ക്ലാസ്സസ് ഉണ്ടാവുക. വീക്ക്ലി സൂം അല്ല, ഡെയിലി സൂം ഉണ്ടാവുക. എല്ലാ ദിവസവും സൂമിൽ ക്ലാസ് ഉണ്ടാവും. സൺഡേ ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും ആൾമോസ്റ്റ് ക്ലാസ്സസ് ഉണ്ടാവും. ഒരു ദിവസം ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, റെക്കോർഡ് ഉണ്ടാവും. റെക്കോർഡ് അയച്ചിട്ട് അതിലൂടെ കേൾക്കാം. പിന്നെ AP സിലബസ് ഉണ്ട്, EK സിലബസ്, 2 സിലബസ് ആണ്. എല്ലാ കിതാബും പഠിപ്പിക്കും ഇൻഷാല്ലാ. നിങ്ങൾക്കത് കഴിയുമ്പോൾ ഒരു എബിലിറ്റി നിങ്ങളുടെ കയ്യിൽ കിട്ടും. എന്നും ഇപ്പൊ ഞാൻ അടുത്ത 1.5 മാസം ആയപ്പോൾ തന്നെ ഒരു മാം പറഞ്ഞില്ലേ 2 കുട്ടികളെ ഞാൻ കിട്ടിയെന്ന്, എന്നതുപോലെ എല്ലാം കിട്ടും. വീക്കിലി എത്ര ക്ലാസ് പറഞ്ഞാൽ ഡെയിലി 1 hour ഉണ്ടാവുക, 1 മണിക്കൂർ ഉണ്ടാവും. ഓക്കെ, സൂമിൽ ഉണ്ടാവുക. വാട്സപ്പിൽ എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ക്ലാസ് ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് റെക്കോർഡ് കിട്ടും, യൂട്യൂബ് ലിങ്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 1 മുതൽ 10 വരെ ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നൊക്കെ ചോദിക്കട്ടോ. നോട്ട്സ് എഴുതാണ്ടാവും, കാരണം നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനല്ലേ നോട്ട്സ് ഇതാക്കാണ്ടാവും. ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ സൗകര്യമാണ്, വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ PDF കൂടെ നമ്മൾ അയച്ചു തരും. ഓക്കെ, അപ്പൊ ഇൻഷാല്ല വേറെ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇൻഷാല്ല. അപ്പൊ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും, അതിൽ 1 എൻ്റെ നമ്പർ ഉണ്ട്, 2 മുസഫ്സാന്റെ നമ്പർ ഉണ്ട്. 2ലും നിങ്ങൾക്ക് കോൺടാക്ട് ആവാം. അല്ലാതെ ഈ മാമാരുണ്ട്, അവരിലും നിങ്ങൾക്ക് എന്താക്കാം, കോൺടാക്ട് ആവാം. മാദിഹ ക്ലാസിന്റെ ഇടയിൽ തന്നെ ജോയിൻ ആവാം, പ്രശ്നമൊന്നുമില്ല. കാരണം മാദിഹ ഇന്ന സമയത്ത് കേൾക്കണമെന്നില്ലല്ലോ. ഒരു ദിവസം മൊത്തം സമയമുണ്ട്, എപ്പോഴും വേണേ കേൾക്കാം. ഇത് ഈ മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ എന്താക്കാം, നിങ്ങൾക്ക് ക്ലാസ് സംഘടിപ്പിക്കാം. അല്ലെങ്കിൽ 8:30 to 9:30 അതിന്റെ ഇടയിൽ ജോയിൻ ആയവർ ഇഷ്ടം പോലെ ഇതിലുണ്ട്. സൂം ക്ലാസ് വരുമ്പോൾ എഴുതിയിട്ട് എടുക്കണമെന്ന് വെച്ചാൽ എഴുതിയെടുത്ത നല്ലത്. അത് നിങ്ങൾ അതിലേക്ക് എത്തും ഇൻഷാല്ലാ. ഓക്കെ, സൂം നെറ്റ്വർക്ക് കിട്ടുമെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് ലിങ്ക് കിട്ടും. ഒന്ന് യൂട്യൂബ് ലിങ്ക് ആവും, അല്ലെങ്കിൽ സൂമിന്റെ ലിങ്ക് തന്നെ കിട്ടും. ടൈം ഞാൻ പറഞ്ഞല്ലോ, 8:30 to 9:30 ആണ്. ഇനി ഒരു പക്ഷെ നിങ്ങൾക്ക് ആ സമയത്ത് കേൾക്കാൻ പറ്റില്ല, റെക്കോർഡ് കേൾക്കാം. ഓക്കെ, ജസാക്കല്ലാഹു ഖൈർ. ആമീൻ, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ എല്ലാവരും ദുആ ചെയ്യുക, എല്ലാവരും നല്ല റാഹത്തിൽ ദുആ ചെയ്യുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ എന്താക്കുക, നിങ്ങളുടെ സോൾട്ട് ബുക്ക് ചെയ്യുക. കാരണം പിന്നീട് ഒരുപാട് ആളുകളാകുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ ആയതുകൊണ്ട് എല്ലാവരും നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അള്ളാഹു എല്ലാവരും ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാല്ലാ ഈ ഒരു സെഷൻ ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.